गुरुदेवो महेश्वरः गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः. ശ്രീനാരായണ ഗുരുദേവന്റെ തൃപാദങ്ങളിൽ നിറഞ്ഞ നമസ്കാരം. മഹത്തരമായ ഗുരുവിൻ്റെ ശിഷ്യപാരമ്പര്യത്തിന് നമസ്കാരം. ഗുരുവിൻ്റെ ശിഷ്യപരമ്പരയിലെ ഉജ്ജ്വലമായ കണ്ണിയായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾക്കും നമസ്കാരം. 26 നമ്പർ സഹായോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ശാഖാഭാരവാഹികൾ, പ്രിയപ്പെട്ട യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം പ്രവർത്തകർ, ഇവിടെ ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള ഗുരുഭക്തരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മളെയൊക്കെ സംബന്ധിച്ച് പവിത്രമായ ഒരു ദിനമായിരുന്നു, അല്ല പവിത്രമായ ദിനമാണ് കന്നിയഞ്ച്. അതെങ്ങനെ ആചരിക്കണമെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചാണ് നമ്മുടെ എല്ലാവിധ ആചരണവും. ആ ഒരു ദിവസത്തെ ഏറ്റവും പവിത്രമായ ഒരു ദിനമായി കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും സമീപിക്കുന്നത്. നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നല്ല ഗുരുഭക്തരെയാണ്. ഉത്തമരായിരിക്കുന്ന ഗുരുഭക്തരുടെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ദിനമാണ് കന്നിയഞ്ച്. അങ്ങനെയുള്ളവർ വളരെ വ്രതശുദ്ധിയോടുകൂടിയാണ് ആ ദിവസത്തെ സമീപിക്കുന്നത്. നല്ല ഗുരുഭക്തരുടെ വ്രതാനുഷ്ഠാനത്തിന്റെ സമാപന ദിനമാണെന്ന്. നമ്മുടെയൊക്കെ ആത്മീയ തലസ്ഥാനം ശിവഗിരിയാണ്. ശിവഗിരിയിൽ നിന്നുമുള്ള ഒരു വലിയ നിർദ്ദേശം ശ്രീനാരായണ ഗുരുദേവനെ അറിയുവാനും ആചരിക്കുവാനും പഠിക്കുവാനും ഗുരുകാരുണ്യം നേടുവാനും ഒക്കെ ആയിട്ട് കുറേ ദിവസം നാം മാറ്റിവെക്കണം. ഒരു 41 ദിവസം, ഒരു മണ്ഡല വ്രതകാലത്തിനടുത്ത് വരും. ചിങ്ങമാസം 1 മുതൽ കന്നിമാസം 8-ാം തീയതി വരെ, ബോധാനന്ദ സ്വാമിയുടെ സമാധി ദിനം വരെ ഉത്തമരായ ശ്രീനാരായണീയരുടെ വ്രതാനുഷ്ഠാനത്തിന്റെ കാലമാണ്. അതിൻ പ്രകാരം വ്രതാനുഷ്ഠാനം നടത്തുന്ന ഗുരുഭക്തർ എത്രമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. പക്ഷേ കന്നി 1 മുതൽ കന്നി 5 വരെ വ്രതം എടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ ഈ ദിനം വരെയും വ്രതം തുടരും. ഈ വ്രതമെല്ലാം മുന്നോട്ട് വെക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്കറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും അതുവഴി ജന്മസാഫല്യം നേടുന്നതിനും വേണ്ടിയിട്ട് മാത്രമാണ്. ഗുരുവിനെ അറിയുവാനുള്ള നല്ല മാർഗങ്ങൾ, അതിനേറ്റവും ആധികാരികമായതും പ്രാമാണികമായതും ഗുരുദേവന്റെ കൃതികൾ പഠിക്കുക എന്നുള്ളതാണ് എന്ന് നമുക്കെല്ലാം അറിയാം. കാലാകാലങ്ങളിലായി നടക്കുന്ന എല്ലാ പ്രഭാഷണങ്ങളിലും എല്ലാവരും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ അതിന്റെ ശരിയായ പഠനം മാത്രം നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഗുരുവിന്റെ കൃതികളുടെ ശരിയായ രീതിയിലുള്ള പഠനം നടക്കുക എന്ന് പറഞ്ഞാൽ അത്രയേറെ യോഗ്യരായിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിനിഗൂഢമായിരിക്കുന്ന ശാസ്ത്രത്തെ, പ്രപഞ്ച രഹസ്യത്തെ, അതിനപ്പുറം ഗുരു എന്ന മഹാസത്യത്തെ ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്ത് എന്താണോ ദർശിച്ചത്, അതാണ് ശ്രീനാരായണ ദർശനം എന്ന് പറയുന്നത്. അതെല്ലാം ഗുരു നിറച്ചു വച്ചിരിക്കുന്നത് തന്റെ കൃതികളിലൂടെയാണ്. അത് സാമാന്യ ബുദ്ധിയിൽ നിരക്കില്ല. അത്രയേറെ യോഗ്യരായിട്ടുള്ളവർക്ക് മാത്രമേ ഗുരുദേവ കൃതികളെ അനുഭവ തലത്തിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ.
അതൊരു ഉപാസനാ മാർഗമാണ്. ആ ഒരു ഉപാസനയിലൂടെ ഗുരുദേവ കൃതികളെ സമീപിക്കുന്നത് സമ്പ്രദായം എന്ന് പറയും. ആ സമ്പ്രദായത്തിലൂടെ ഗുരുകൃതികളെ സമീപിക്കുന്നവർക്ക് മുമ്പിൽ വെളിപ്പെട്ട് കിട്ടുന്നത് ഗുരുവിന്റെ നിജസ്വരൂപം മാത്രമാണ്. അവിടെ മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന് ബേസിക്കായിട്ട് നമുക്ക് മലയാള ഭാഷ മാത്രം അറിഞ്ഞാൽ പോരാ എന്നുള്ളതാണ് വാസ്തവം. അവിടെ സംസ്കൃത ഭാഷ അറിഞ്ഞിരിക്കണം, അവിടെ തമിഴ് ഭാഷ അറിഞ്ഞിരിക്കണം. കാരണം ഗുരു രചനകളൊക്കെ നടത്തിയിരിക്കുന്നത് ഈ 3 ഭാഷയിലും കൂടിയാണല്ലോ. സംസ്കൃത ഭാഷ അറിയുവാൻ വയ്യാതെ ശ്രീനാരായണ ഗുരുദേവൻ താൻ ദർശിച്ച അനന്തമായ അനുഭൂതി രഹസ്യത്തെ ഏറ്റവും ഭംഗിയായി ഗുരു വിവരിച്ചിരിക്കുന്ന സംസ്കൃതത്തിലൂടെ തന്നെയാണ്. അതിന്റെ ഉദാഹരണമാണ് ദർശനമാല. സംസ്കൃതം അറിയാൻ വയ്യാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ദർശനമാല പഠിക്കുവാൻ അറിയില്ല. വെറുതെ പദ്യങ്ങളൊക്കെ കാണാതെ പഠിക്കാം. ആസീതഗ്രേ അസതേ വേദം ഭുവനം സ്വപ്നവത് പുനഃ സ്വസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര എന്നൊക്കെ 100 പദ്യവും കാണാതെ ചൊല്ലാം. വ്യാഖ്യാന പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ച് പഠിക്കാം. പക്ഷെ രഹസ്യം അറിയത്തില്ല. പരമരഹസ്യം ഇത് ആരറിഞ്ഞിടുന്നു എന്നൊക്കെ ഗുരു പാടുന്നുണ്ട്. അതിന്റെ രഹസ്യമായിട്ടിരിക്കുന്നത് എല്ലാവർക്കും ഇത് അറിയുവാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് രഹസ്യമാകുന്നത്. ഇത് പരസ്യമാക്കിയതാണ് ഗുരുദേവൻ. താൻ അനുഭവിച്ച ഈശ്വരാനന്ദത്തെ ഗുരു പരസ്യമാക്കിയതാണ് ഗുരുദേവ കൃതികൾ. അതിന്നും രഹസ്യമായിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഭാഷ അറിയുവാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ 2 ഭാഷകൾ പഠിക്കണമെന്ന് നമ്മോട് കൃത്യമായി ഗുരുവിന്റെ ഒരു നിർദ്ദേശമുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഷ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിരിക്കണം. ഗുരുവിന്റെ വാക്ക് ശ്രദ്ധിക്കണം. 100 വർഷക്കാലം മുമ്പ് ഗുരു പറയുകയാണ്, ഇംഗ്ലീഷ് അറിയുവാൻ വയ്യാത്ത ആൾക്കാർക്ക് വരുന്ന ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. 100 വർഷക്കാലം മുമ്പ് ഇംഗ്ലീഷ് സ്കൂളുകൾ ഈ നാട്ടിൽ ഇല്ലാതിരുന്ന കാലത്ത് ഇന്ന് എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. നമുക്കൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് വേണം. ബസ്സിന്റെ പേര് വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഒരു ബോർഡ് വായിക്കണമെങ്കിൽ വഴിയുടെ പോകണം, ട്രിവാൻഡ്രത്തിന് പോവുകയാണ്, ട്രിവാൻഡ്രം എത്ര കിലോമീറ്റർ എന്ന് വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം. മലയാളത്തിൽ ബോർഡുകൾ വളരെ കുറവാണ്. ഇപ്പൊ 100 കൊല്ലം മുമ്പ് ഗുരു പറഞ്ഞു തരികയാണ്, ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. എന്തുകൊണ്ട്? ഇംഗ്ലീഷ് അറിയുവാൻ വയ്യാത്ത ആൾക്കാർക്ക് വരുന്ന ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. നമ്മുടെ ഇടയിൽ ഇപ്പോഴാണ് സാർവത്രികമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ ശീലിക്കുവാൻ നാം തയ്യാറായി വരുന്നത്. ഗുരുദേവൻ കുമാരനാശാനെ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ വിട്ടത്, ഇംഗ്ലീഷും സംസ്കൃതവും പഠിക്കുവാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ഗുരു പറയുന്നത് സംസ്കൃതം പഠിക്കണമെന്നാണ്. സംസ്കൃതം പഠിക്കുവാൻ ഗുരു കൃത്യമായിട്ട് എന്തുകൊണ്ട് പഠിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങൾ ആ ഭാഷയിലാണ്. നമ്മുടെ ഗ്രന്ഥങ്ങൾ ആ ഭാഷയിലാണ് എന്ന് ഗുരു സംസ്കൃതം പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മോട് സൂചിപ്പിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചു തന്ന ദർശനമാലയും ബ്രഹ്മവിദ്യാപഞ്ചവും മാത്രമല്ല, നമ്മുടെ എല്ലാ വിശ്വാസത്തിനും അടിസ്ഥാനമായിരിക്കുന്ന പ്രാമാണിക ഗ്രന്ഥം അതൊരു ഗ്രന്ഥമല്ല. ഇതര മതവിഭാഗക്കാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് സൂചിപ്പിക്കുവാൻ ഒരു ഗ്രന്ഥമുള്ളപ്പോൾ നമുക്ക് പ്രാമാണികമായിട്ട് വരുന്നത് 3 ഗ്രന്ഥങ്ങളാണ്. അതിനെ ആചാര്യന്മാർ പ്രസ്ഥാനത്രയം എന്നാണ് വിളിച്ചത്. അതില് പ്രാധാന്യമുള്ളത് ഉപനിഷത്തുക്കള്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത. ഈ 3 ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? സംസ്കൃത ഭാഷയിലാണ്. ശ്രീനാരായണ ഗുരുദേവനെ വളരെ ഭംഗിയായി പ്രചരിപ്പിക്കേണ്ട, ഗുരുദർശനം വളരെ ഭംഗിയായി പറഞ്ഞു തരേണ്ട ഇടങ്ങളിൽ നിന്ന് പോലും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം പഠിക്കുന്ന ആൾക്കാർ ഉപനിഷത്ത് പഠിക്കരുത് എന്നുള്ള ബോധപൂർവമായ പ്രചരണം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഉപനിഷദുക്തി രഹസ്യമോർത്തിടേണം എന്ന് നമുക്ക് മുമ്പിൽ പാടിത്തന്നിട്ടുണ്ട്. ആര്? ശ്രീനാരായണ ഗുരുദേവൻ. ഉപനിഷദുക്തി രഹസ്യമോർത്തിടേണം. കാരണം ആ രഹസ്യം, ആ ശാസ്ത്രം അറിയാതെ
ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകളെ യഥാർത്ഥ രീതിയിൽ വിലയിരുത്തണമെങ്കിൽ ഈ ശാസ്ത്ര രഹസ്യം അറിഞ്ഞിരിക്കണം, ഉപനിഷത്ത് രഹസ്യം അറിഞ്ഞിരിക്കണം. ഖുറാൻ രചിക്കപ്പെട്ടിട്ട് 1300 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ബൈബിളിന് അടിസ്ഥാനമായി ക്രിസ്തുവിന്റെ ജനനം സംഭവിച്ചിട്ട് 2000 വർഷമേ ആയിട്ടുള്ളൂ. ഭഗവത്ഗീത രചിക്കപ്പെട്ടിട്ട് 5000 വർഷമേ ആയിട്ടുള്ളൂ. അതിനും 5000 വർഷങ്ങൾക്ക് മുമ്പ് 10000 വർഷമാണ് ഉപനിഷത്തുകൾ ജനകീയമാകുവാൻ തുടങ്ങിയിട്ട് എന്ന് കൃത്യമായി ശാസ്ത്രം പഠിക്കുന്നവരിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ 10000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചതല്ല, 10000 വർഷങ്ങൾക്ക് മുമ്പ് സാധാരണക്കാരിലേക്ക് ഉപനിഷത്തുകൾ ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷിമാരാണ്. ആരാണെന്ന് യഥാർത്ഥ ഉത്തരമില്ല. വേദങ്ങളുടെ ജ്ഞാനകാന്ഡമായിരിക്കുന്ന ഉപനിഷത്തുക്കളെ അത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ 4ആയിട്ട് പകുത്തുകൊണ്ട് അതിനെ ജ്ഞാനകാന്ഡമായിരിക്കുന്ന ഉപനിഷത്തുക്കളെ വളരെ ലളിതമായ രീതിയിൽ പ്രചരിപ്പിച്ചത് ഭഗവാൻ വേദവ്യാസനാണ്. വ്യാസഭഗവാൻ ഉപനിഷത്തുകളെ എല്ലാം ഭംഗിയായി നമ്മുടെ ഇടയിലേക്ക് തന്നു. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മസൂത്രം രചിച്ചു തന്നു. വ്യാസഭഗവാൻ സൂത്രം രചിച്ചു, അതിന്റെ പേരാണ് ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മസൂത്രം മുന്നോട്ട് വെക്കുന്നത് ഉപനിഷത്തുകൾ പറഞ്ഞു തരുന്ന ഈശ്വര ദർശനത്തെയാണ്. സൂത്രങ്ങളിൽ, അതായത് ചെറിയ ചെറിയ വാക്കുകൾ, അല്പാക്ഷരം, അസന്നിഗ്ധം, സാരവത്ത് എന്നൊക്കെ പറഞ്ഞാണ് ഈ സൂത്രത്തിന് നൽകുന്ന വിശദീകരണം. ചെറിയ വാക്കുകളിൽ കൊണ്ട് അല്പമായ അക്ഷരങ്ങളില് വളരെ ഭംഗിയായി ഈശ്വര തത്വത്തെ പറഞ്ഞു തരുന്നതാണ് സൂത്രങ്ങൾ. അത് രചിച്ചത് ആദ്യമായി ഭാരതീയ ശാസ്ത്രത്തിന്, ഭാരതീയ ദർശനത്തിന്, ഈശ്വരാന്വേഷണത്തിന് ഉള്ള ജിജ്ഞാസുക്കൾക്കെല്ലാം വലിയ നിധിയാണ് വ്യാസഭഗവാന്റെ ബ്രഹ്മസൂത്രം. അതിനുശേഷം ഒരു സൂത്രം രചിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. അത് വേദാന്ത സൂത്രമാണ്. അത് ഏതാത്മനോ ജിജ്ഞാസുഹു എന്നാണ് ഗുരുവിന്റെ വേദാന്ത സൂത്രം ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് 10000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിലേക്ക് ലളിതമാക്കി ലഭിക്കപ്പെട്ട ഈ ഉപനിഷത്തുകളിലെ 10 ഉപനിഷത്തുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ദശോപനിഷത്തുകളെ ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം എഴുതി സാധാരണക്കാരിലേക്ക് അതിനെ ഒന്നുകൂടെ ജനകീയമാക്കി. അതിൽ ഒന്നാമത്തേതായിരിക്കുന്ന ഈശാവാസ്യ ഉപനിഷത്തിന് ശ്രീനാരായണ ഗുരുദേവൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. നമുക്കറിയാവുന്നതാണ്. ഏറ്റവും ഭംഗിയായി എങ്ങനെയാണോ ഒരു പരിഭാഷ സംസ്കൃത ഭാഷയില് വളരെ ഭംഗിയായി ഈശ്വര ദർശനത്തെ മുൻനിർത്തി രചിക്കപ്പെട്ട ഒരു മഹാമന്ത്രത്തെ അതിന്റെ സാരമൊട്ടും പോകാതെ വളരെ കൃത്യമായി ശ്രീനാരായണ ഗുരുദേവൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ഈശാവാസ്യമിതം ജഗത് സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തക്തേന ഭുഞ്ജീത മാകൃത കസ്യ സിദ്ധനം എന്ന് തുടങ്ങുന്ന അതിന്റെ മൂലത്തെ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് ചരിക്ക മുക്തനായി ആശിക്കരുതാരുടെയും ധനം എന്ന് തുടങ്ങുന്ന വളരെ മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗുരുദേവൻ അതിനെ പരിഭാഷപ്പെടുത്തി തന്നത് നമ്മുടെയൊക്കെ ജീവിതത്തില് ജിജ്ഞാസുക്കളാണോ, ഈശ്വരനെ അറിയണോ, അതിലൂടെ യഥാർത്ഥമായ ഈശ്വരാനന്ദം നമുക്ക് ലഭിക്കണമെന്നുള്ള ഗുരുവിന്റെ ആഗ്രഹത്താൽ ഈശ്വരാന്വേഷണത്തെ ഏറ്റവും ഫലപ്രദമായ ഈശ്വരാന്വേഷണത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഫലപ്രദമായ രീതിയിൽ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം മാറണം എന്നുള്ള ഗുരുവിന്റെ ഉള്ളിലെ നന്മയാണ് ഈശാവാസ്യ ഉപനിഷത്തൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാനായിട്ട് കാരണമായി തീർന്നത്. അപ്പോൾ ഗുരുവിന്റെ കൃതികൾ പഠിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ശാസ്ത്രം പഠിക്കുക തന്നെ ചെയ്യണം. നല്ല ഉപനിഷത്തിൽ എഴുതുന്ന തത്വം എന്നൊക്കെ പറഞ്ഞ് ഈശ്വര പ്രാർത്ഥനയിൽ ബോധാനന്ദ സ്വാമികൾ എഴുതി തരുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രം പഠിക്കാതെ, ഭാഷ പഠിക്കാതെ ഗുരുദേവന്റെ കൃതികളെ, ശ്രീനാരായണ ഗുരുദേവനെ ഏറ്റവും ഭംഗിയായി ജനങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ശ്രീനാരായണ ഗുരുദേവനെ ഏറ്റവും ഭംഗിയായി ഉറപ്പിച്ചു കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനാദ്യം നമുക്ക് പറയുവാൻ പറ്റുന്ന ഉത്തരം മഹാകവി കുമാരനാശാനാണ്. ഏറ്റവും ഭംഗിയായി ആശാൻ അത് നിർവഹിച്ചിട്ടുണ്ട്. നമുക്ക് അത് മനസ്സിലാകും.
എന്റെ ഈ മുൻപിലിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ പോലും നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി എന്ന് തുടങ്ങുന്ന ഗുരുസ്തവം അഥവാ സമാജസ്തുതി എന്ന മഹാകവി കുമാരനാശാന്റെ കൃതി പുസ്തകം നോക്കി പഠിച്ച ആരും എന്റെ മുൻപിൽ ഇരിപ്പില്ല. ശരിയല്ലേ? പുസ്തകം നോക്കി പഠിച്ച ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരും ഇരിപ്പില്ല. എങ്ങനെ നമുക്ക് ബൈഹാർട്ടായി ഗുരുസ്തവം? നമ്മുടെ അച്ഛനും അമ്മയും ചൊല്ലുന്നത് കേട്ട് സന്ധ്യവിളക്ക് വെക്കുമ്പോൾ, നമ്മുടെ വല്യച്ഛനും വല്യമ്മയും ഒക്കെ ചൊല്ലുന്ന കേട്ട്, നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ ചൊല്ലുന്നത് കേട്ട് നമ്മൾ പഠിച്ചതാണ് ഗുരുസ്തവം. വളരെ ജനകീയമാക്കി കുമാരനാശാൻ ഗുരുസ്തവത്തെ മലയാളികൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലൂടെ ഗുരുവിന്റെ മഹത്വം ഏറ്റവും ഭംഗിയായി വിവരിക്കുന്ന ഉജ്ജ്വലമായ കൃതിയാണ് ആശാന്റെ ഗുരുസ്തവം. അതിന് കാലങ്ങൾക്ക് മുമ്പേ, 8 വർഷം മുമ്പേ ഗുരുപാദ ദശകം, അതിന് 4 കൊല്ലം മുമ്പേ സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട്, അതിന്റെ ഇടയിൽ അണകവിയും അഴലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരു നായകൻ എന്റെ ദൈവമല്ലോ. എത്ര ഉറപ്പിച്ചാണ് നാരായണ ഗുരു നായകൻ എന്റെ ദൈവമല്ലോ എന്ന് നമ്മുടെ മുമ്പിൽ പാടിത്തന്നു. എല്ലാ ദുഃഖങ്ങളും ഈ നായകനോട് ചേർന്നിരുന്നാൽ, നാരായണ ഗുരുവിനെ നായകനായി സ്വീകരിച്ചാൽ ഈ ലോകത്തില് ദുഃഖമില്ലാതെ ജീവിക്കാം എന്നാണ് ആശാന്റെ വരികൾ നമുക്ക് നൽകുന്ന സന്ദേശം. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദിയുടെ ഭാഗമായിട്ട് ഇന്ന് നാടിന്റെ നാനാഭാഗങ്ങളിലെ ചർച്ചകൾ നടക്കുമ്പോൾ ഇവിടുത്തെ വലിയ സാഹിത്യ നായകന്മാരും സാംസ്കാരിക നായകന്മാരും ചിന്തകന്മാരും ആരും മഹാകവി കുമാരനാശന്റെ കരുണയും മറ്റ് പ്രധാനപ്പെട്ട വീണപൂവും അടക്കം നിരവധിയായിട്ടുള്ള കാവ്യങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന വേദികൾ ധാരാളം ഇന്നും നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഒരിടത്തു പോലും കുമാരനാശാൻ ശ്രീനാരായണ ഗുരുദേവനെ സ്തുതിച്ച് രചിക്കപ്പെട്ട ഒരു കൃതികളും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ഗുരുഭക്തരായിരിക്കുന്ന നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ദീപാർപ്പണം ആര് നമുക്ക് രചിച്ചതെന്നാണ്? കുമാരനാശാൻ രചിച്ചതെന്നാണ്. ഇതിന്റെ എല്ലാം ആധാരം ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു നൽകിയ അറിവും ഗുരുവിലൂടെ നേടിയെടുത്ത ഈശ്വരജ്ഞാനവുമാണ്. ആരായുവിൽ അന്ധത്വം വഴി ചാതിമകസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവമെന്ന് ആശാൻ പാടിയിട്ടുണ്ടെങ്കിൽ അതിന് ആധാരം ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു നൽകിയ അറിവാണ്. അങ്ങനെ ഗുരുവിനെ ഏറ്റവും ഭംഗിയായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ആ ഒരു ദൗത്യത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യൻ എന്ന നിലയിൽ ഏറ്റവും ഭംഗിയായി ചെയ്തത് മഹാകവി കുമാരനാശാനാണ്. ലോകത്തെ ആദ്യത്തെ ഗുരുമന്ദിരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീനാരായണ ഗുരുദേവൻ ശരീരനായിരുന്ന കാലത്ത് അരുവിപ്പുറത്ത് ഗുരുവിന്റെ ചിത്രം വെച്ച് ആരാധന നടത്തുമായിരുന്നുവെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് ഒരു പഠിതാവ് എന്ന നിലയിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് കാണാം. അമ്മ വീട്ടിൽ തങ്കച്ചി എന്ന അന്ധയായ സ്ത്രീക്ക് ഗുരുകാരുണ്യത്താൽ കാഴ്ച ലഭിക്കുമ്പോൾ ഗുരുവിന്റെ ചിത്രം അവിടെ വെച്ച് വിളക്ക് കത്തിച്ചിരുന്നു എന്ന ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാം. കോലത്തുകരയിലെ ഗുരുമന്ദിരത്തിലെ പ്രതിഷ്ഠ നടത്തിയത് മഹാകവി കുമാരനാശാനാണ്. വളരെ ഭംഗിയായി ഗുരു പറയും, നമ്മുടെ ക്ഷേത്രങ്ങൾ ക്രിസ്ത്യാനികളുടെ പള്ളിയുടെ മാതൃകയിലായിരിക്കണം. നിരവധി ആൾക്കാർക്ക് വന്നിരുന്ന് പ്രസംഗങ്ങൾ കേൾക്കുവാനും പ്രാർത്ഥന നടത്തുവാനുമുള്ള നല്ല സൗകര്യം ഉണ്ടായിരിക്കണം, നല്ല വൃത്തി ഉണ്ടായിരിക്കണം. അവിടെ മഹാത്മാക്കളുടെ ചിത്രം വെച്ച് ആരാധന നടത്തണമെന്നാണ് ഗുരുവിന്റെ നിർദ്ദേശം. ആ ഒരു നിർദ്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാവാം അവിടെ ഉത്തമനായ ഒരു ഗുരുഭക്തൻ വരച്ച ഇത് നാം തന്നെയാണ് എന്ന് ഗുരുദേവൻ അനുഗ്രഹിച്ച ആ ചിത്രം ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ മഹാകവി കുമാരനാശാൻ കോലത്തുകരയിൽ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാവരും ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തരമായിരിക്കുന്ന അല്ലെങ്കിൽ താരതമ്യം ചെയ്യാനാവാത്ത ഗുരുസ്വരൂപത്തെ ഏറ്റവും ഭംഗിയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കാലാകാലങ്ങളിൽ പകർന്നു തന്നതുകൊണ്ട് മാത്രമാണ് ഇന്നും നാം ഗുരുവിനെ യാതൊരു സംശയത്തിനും ഇട നൽകാതെ ശ്രീനാരായണ ഗുരുദേവനെ പരദൈവമായി കണ്ട് ഇന്നും നാം ആരാധിക്കുന്നത്. ആശാന്റെ വലിയൊരു ആഹ്വാനമുണ്ട്, നമുക്കിവൻ സഹചരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ, ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്
ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ. നമുക്ക് ഗുരുവിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു നല്ല വരികളാണ്. നമുക്കിവൻ സഹചരെ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടു. ഈ വരികളൊക്കെ പഠിക്കുന്ന ഒരാള് ശ്രീനാരായണ ഗുരുദേവന്റെ സങ്കേതങ്ങളിലല്ലാതെ ഒരിടത്തേക്കും യാത്ര ചെയ്യില്ല. ഈ വരിയുടെ ഊർജം മനസ്സിലാക്കിയ ഒരാൾക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രത്തിനല്ലാതെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുകയില്ല. അത്രയേറെ ഭംഗിയായിട്ടാണ് ആശാൻ ഗുരുവിന്റെ മഹത്വം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. ആശാന്റെ വരികളെല്ലാം അതുപോലെ തന്നെയാണ്. ആദ്യമായി അത് നമ്മളിലേക്ക് പകർന്നു തന്നത് ശിവലിംഗദാസ സ്വാമികളാണ് എന്നറിയാം. ബ്രഹ്മണി മൂർത്തിമതി ശ്രുതാനാം ശുദ്ധിഹേദേവി. ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഇന്നും ലോകം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാട് അതിന് കൊടുക്കുന്ന ഉത്തരം ഇന്നും ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹിക പരിഷ്കർത്താവാണ്. ശ്രീനാരായണ ഗുരുദേവൻ നവോത്ഥാന നായകമാണ്. നവോത്ഥാനത്തിന്റെ വിപ്ലവ നക്ഷത്രമാണ്. കവിയാണ്, സന്യാസിയാണ്, ക്രാന്തദർശിയാണ് എന്നെല്ലാം ഗുരുവിനെ വേണ്ട രീതിയിൽ പഠിക്കാത്ത ആൾക്കാർ ഗുരുവിനെ വിശദീകരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയ, ഗുരുവിനെ പാദസേവനം ചെയ്ത ഗുരുവിന്റെ ശിഷ്യന്മാര് പാടിത്തരികയാണ് ഓം ബ്രഹ്മണേ മൂർത്തിമതി. അവിടുന്ന് നാമരൂപരഹിതമായിരിക്കുന്ന ഈശ്വരൻ ഒരു രൂപമുണ്ട് എങ്കിൽ അത് അവിടുന്നാണ് യഥാർത്ഥ ഈശ്വരൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് നിത്യമായ ശുദ്ധി ഉണ്ടാക്കി കൊടുക്കുന്നവനാണ് അവിടുന്ന്. ശ്രുതാനാം ശുദ്ധിഹേതവി. നാരായണ പിള്ള, ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. എത്ര മണി വരെയാണ് ഇവിടെ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ 10 മിനിറ്റ് താമസിച്ചും പോയി ഇവിടെ എത്തുവാൻ. ഗുരുനാരായണ സേവാനികേതൻ ഈ ഞായറാഴ്ച നാവമ്പടം ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന ഗുരുദർശന സെമിനാർ എന്ന ഒരു വലിയ പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ 18ഓളം പഠന കേന്ദ്രത്തിലെ പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണെങ്കിലും കോട്ടയത്തെ എല്ലാ SNDP ശാഖയുടെ ഭാരവാഹികളെയും അതുപോലെ തന്നെ കോട്ടയത്തിന്റെ മുഴുവൻ യൂണിയൻ ഭാരവാഹികളും പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ ഉദ്ദേശം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ള ഗുരുവിന്റെ സന്ദേശം വളരെ ഭംഗിയായി ഈ നാട്ടില് നടപ്പിലാക്കി. ഒരു വിപ്ലവമായി, പക്ഷെ ഒരു പ്രതിവിപ്ലവമായി. അതിന്റെ പേരില് നമ്മുടെ സമൂഹത്തെ വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് പലരും. ആ ചൂഷണത്തെ ഏറ്റവും ഭംഗിയായി സമുദായ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന പേരിൽ ഒരു സെമിനാർ ഈ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ നാഗമ്പടം കവികുമാര മന്ദിരത്തിൽ നടക്കുന്ന നമ്മുടെ യൂണിയൻ പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ SNDP യൂത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി മൻമോഹൻ സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 1-2 അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ട വന്നതുകൊണ്ടാണ് 10 മിനിറ്റ് താമസിച്ചത്. നിങ്ങളെല്ലാവരെയും ആ ഗുരുദർശന സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഗുരുവിനെ ഏറ്റവും ഭംഗിയായി മനസ്സിലാക്കി തരുന്നതിൽ ഗുരുവിന്റെ ശിഷ്യന്മാർ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അതില് പ്രധാനപ്പെട്ട മറ്റൊരാളാണ് കൂട്ടുകുഴിക്കൽ വേലായുധൻ മാഷ്. കൂട്ടുകുഴിക്കൽ വേലായുധൻ മാഷ് എഴുതിയ ഗുരുവിനെ ഒരു ഗുരുദേവ സ്തുതി നമുക്ക് എല്ലാവർക്കും അറിയാം. നാരായണ രൂപം, അത്രേ ഉള്ളൂ. വളരെ ഭംഗിയായി നമ്മുടെ ഹൃദയത്തിലെ ആഴത്തിൽ പതിഞ്ഞ ഒരു ഗുരുസ്തുതിയാണ്. മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോൾ അതിൽ ഒരു വരി ഒന്ന് നിരന്തരം ഒന്ന് സ്മരിച്ചാൽ മതി. ദേവാ ഭഗവാനെ കാരുണ്യകാതലേ ദേവാ ഭവൽ കൃപ രക്ഷ നൽകും. ശ്രീനാരായണ ഗുരുദേവനെ, ഗുരുദേവന്റെ ഒരു ശിഷ്യൻ, ശ്രീനാരായണ ഗുരുദേവന്റെ പാദസേവനം ചെയ്ത കൂട്ടുകുഴിക്കൽ വേലായുധൻ എന്ന ഗുരുദേവ ശിഷ്യൻ ശ്രീനാരായണ ഗുരുദേവനെ സംബോധന ചെയ്യുന്നതാണ് ദേവാ ഭഗവാനെ കാരുണ്യകാതലേ ദേവാ ഭവൽ കൃപ രക്ഷ നൽകും സത്യമാർഗത്തിനും നിത്യസുഖത്തിനും നിത്യനിരാമയ കൈതൊഴുന്നീൻ. കൂട്ടുകുഴിക്കൽ വേലായുധൻ ശ്രീനാരായണ ഗുരുദേവ, നവോത്ഥാന നായകനെ, സാമൂഹിക പരിഷ്കർത്താവേ, വിപ്ലവകാരിയെ രക്ഷ നൽകിയാലും എന്നാണോ പാടിയത്? ആണോ പാടിയത്? ദേവാ ഭഗവാനെ കാരുണ്യകാതലേ. എന്ത് രസമാണ്! ഗുരുവിന്റെ കാരുണ്യത്തെ അനുഭവിച്ചുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ പാടുവാൻ പറ്റുന്നത്. നാരായണപിള്ള ഗുരുവിന്റെ ശിഷ്യൻ,
ഗുരുവുമായിട്ടുള്ള അനുഭവത്തെ വാക്കുകളിൽ രേഖപ്പെടുത്തിയപ്പോൾ അത് പിന്നീട് ഗുരുപുഷ്പാഞ്ജലി മന്ത്രമായി മാറി. ഒരു ഗുരുവിന്റെ ഉത്തമനായ ഭക്തൻ ദിവസവും ഗുരുപൂജയോടുകൂടി വേണം അവന്റെ ജീവിതം ആരംഭിക്കാൻ. ഒരു പ്രതിസന്ധിയും നമ്മെ ബാധിക്കില്ല. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ, ഓം സംസാരതാപ ശമനായ നമഃ, ഓം മനുഷ്യ വിഗ്രഹായ നമഃ, ഓം സത്വഗുണോത്തമായ നമഃ എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ സൂചിപ്പിക്കുന്ന ഓരോ വാക്കുകളാണ്, ഗുരുവിന്റെ മഹത്വമാണ്. ആ വാക്കുകൾ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെ വ്യക്തമായ ഉത്തരമാണ് ഓം സർവജ്ഞായ നമഃ, ഓം സർവശക്തായ നമഃ, ഓം ആർത്താർത്തിഹരണായ നമഃ, ഓം ആനന്ദദായകായ നമഃ. ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ? നാരായണപിള്ള പറയുകയാണ് സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിന്. സർവശക്തനാണ്. ഗുരുവിനോളം ശക്തനായ മറ്റൊരാൾ ഈ കേരള ഭൂമിയില്, ഭാരത ഭൂമിയിൽ പിറവിയെടുത്തിട്ടില്ല. ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഇവിടെ അവതാരങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. അങ്ങനെ അവതാരം എടുക്കുമ്പോൾ ആ അവതാരങ്ങളെല്ലാം സാമാന്യ മനുഷ്യന് നിരക്കാത്ത രൂപം ധരിച്ചവരാണ് നമ്മുടെ മുൻപിലുള്ള പുരാണങ്ങൾ പറഞ്ഞു തരുന്ന എല്ലാ അവതാരങ്ങളും. പക്ഷേ ഇവിടെ ഇതാ ഒരു സാധാരണ മനുഷ്യരൂപത്തിൽ ചന്ദാർമങ്ങും മുഖം ചേതന നയനയുഗം ചാരു നെറ്റിത്തടം എന്ന് ആശാൻ വിവരിക്കുന്ന സുന്ദരമായ രൂപത്തിൽ ഇതാ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ അവതാരം എടുത്തിട്ട് ഒരായുധം പോലും ഉപയോഗിക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വെറുപ്പിക്കാതെ, ആരോടും ഒരു വിദ്വേഷം പ്രകടിപ്പിക്കാതെ അന്ന് വരെ ഈ നാട്ടിലുണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥിതികളും ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ ഒരു സമരം പോലും ഇല്ലാതെ എല്ലാം ഇല്ലാതായി മാറിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ശ്രീനാരായണ ഗുരുദേവൻ സർവശക്തനാണ്, അതിശക്തനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ സർവശക്തന് മുമ്പിൽ നമുക്കൊന്ന് വീണ് നമസ്കരിക്കുവാനാവണം. ഒരായുധം പോലും ഇല്ലാതെ തന്റെ സാന്നിധ്യം കൊണ്ട് ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയ സർവശക്തനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെയുള്ള ഗുരുവിന്റെ മഹത്വം ഏറ്റവും ഭംഗിയായി മനസ്സിലാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വം, ശ്രീനാരായണ ഗുരുദേവനെ വിമർശനാത്മകമായി സമീപിച്ചിട്ട് ഗുരുവിന്റെ മഹത്വം മനസ്സിലായപ്പോഴത്തേക്കും ഗുരുവിന്റെ പാദത്തിലേക്ക് വീണ് ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യത്തെ അനുഭവിച്ച ഗുരുവിന്റെ ശിഷ്യോത്തമനാണ് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. കഴിഞ്ഞ വർഷവും, കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷവും, അതിന് മുമ്പിലത്തെ വർഷവും എല്ലാം ഈ കന്നിയെട്ട് എന്ന ദിവസത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടി പല ആൾക്കാരും ഇവിടെ ബോധാനന്ദ സ്വാമികളുടെ മഹത്വം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. 1882 ജനുവരി മാസം 28-ാം തീയതിയാണ് ചിറക്കല് എന്ന് പറയുന്ന തൃശ്ശൂരെ ഒരു പ്രദേശത്ത് വേലായുധൻ എന്ന പേരോടുകൂടി ഇഴവൻ പറമ്പ് വീട്ടില് ബോധാനന്ദ സ്വാമികളുടെ ജനനം എന്നെല്ലാം നമുക്കറിയാം. ബോധാനന്ദ സ്വാമികളുടെ ഒരു ജീവിതം ഒരുപക്ഷെ ഇത്രയും ധൈര്യശാലിയായ ഒരു ഗുരുവിന്റെ ശിഷ്യൻ, ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരെല്ലാവരും മഹാധൈര്യശാലികളാണ് കേട്ടോ. അവരുടെ ധൈര്യമാണ് നമ്മുടെ ഈ നാട്ടിലൂടെ ഇന്നും നല്ല പൊതുനിരത്തിൽ നമുക്ക് നടക്കുവാൻ, തന്റെ ഇടത്തോടു കൂടി നടക്കുവാൻ നമുക്ക് ഇന്ന് കഴിയുന്നത് അവരുടെ തന്റെ ഇടം ഒന്നുകൊണ്ട് മാത്രമാണ്. മഹാനായ TK മാധവൻ നടക്കരുത് എന്ന് പറഞ്ഞിട്ടും ഈ കോട്ടയത്തെ തിരുവാർപ്പിലെ സവർണ മൂരാച്ചുകളെ വെല്ലുവിളിച്ചുകൊണ്ട് തിരുവാർപ്പ് ക്ഷേത്രത്തിന്റെ മുറ്റത്തിലേക്ക് നടന്നു. ഇന്ന് തിരുവാർപ്പിലെ അമ്പലത്തിൽ ആരാധന നടത്തുവാൻ പോകുന്ന എത്ര പേർക്ക് അന്ന് അവിടെ TK മാധവനേറ്റ ആ ഒരു വലിയ പ്രഹരത്തിന്റെ ശേഷി മനസ്സിലാക്കാതെ TK മാധവനെ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. എത്രമാത്രം തല്ലുവാങ്ങി TK മാധവൻ. TK മാധവന്റെ ഒരു വലിയ വെല്ലുവിളിയുണ്ട് ഇവിടുത്തെ രാജാക്കന്മാരോട്. SNDP യോഗം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഇവിടുത്തെ രാജവംശത്തിന്, ഇവിടുത്തെ ഭരണകൂടത്തിന് എതിരാണ്. അതുകൊണ്ട് SNDP യോഗത്തെ നിരോധിക്കണം എന്നുള്ള ഒരു ചർച്ചകളൊക്കെ സജീവമായപ്പോൾ TK മാധവൻ ഒരു പ്രസംഗത്തിലെ രാജാവിനെതിരെ പ്രസംഗിക്കുകയാണ്. തലവെട്ടാൻ അധികാരമുള്ള രാജാവെ മുടിവെട്ടുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. മഹാനായ ശ്രീ കേശവന്റെ പ്രസംഗം, കേരളം കേട്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗങ്ങളെല്ലാം
ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരുടെ പ്രസംഗങ്ങളാണ്. അത് സി കേശവന്, ബോധാനന്ദ സ്വാമികളെ, സഹോദരൻ അയ്യപ്പനെ, ടി കെ മാധവനെ, സത്യവ്രത സ്വാമികളെ, ശിവപ്രസാദ സ്വാമികള്, കുമാരനാശാൻ, ഇവരെല്ലാവരും ശ്രീനാരായണ ഗുരുദേവൻ SNDP യോഗത്തിന്റെ 2ാമത്തെ വാർഷിക പൊതുയോഗത്തിലെ ധർമ്മ പ്രചാരകരെ തെരഞ്ഞെടുത്തിട്ട് അവരോട് പറഞ്ഞു, ബലമായി പ്രസംഗിക്കണം. വെറുതെ ഒരു മൈക്കിന്റെ മുമ്പിൽ വന്ന് അതൂതും പറഞ്ഞാൽ പോരാ, നല്ലതുപോലെ ശാസ്ത്രം പഠിച്ച്, ഈശ്വര ദർശനം പഠിച്ച്, സാമൂഹിക വിഷയങ്ങൾ പഠിച്ച് നല്ലതുപോലെ ബലമായി പ്രസംഗിക്കണം. അതിന് 4 വിഷയങ്ങളും ഗുരുദേവൻ കൊടുത്തു. ഗുരുവിനെ സംബന്ധിച്ച് ഇന്നും നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ, നല്ല ശ്രീനാരായണ ധർമ്മ പ്രചാരകർ ഇന്നും നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ പോരായ്മ. അത് നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ബ്രഹ്മവിദ്യാ നികേതൻ എന്ന പേരിൽ ചെറുപ്പം മുതലേ വാസനയുള്ള കുട്ടികളെ താമസിച്ച് പഠിപ്പിച്ച് അവരുടെ എല്ലാ ഭൗതിക വിദ്യാഭ്യാസവും ഏറ്റെടുത്ത് അവരെ പഠിപ്പിക്കാനുള്ള ഒരു സമ്പ്രദായം ബ്രഹ്മവിദ്യാലയം ശിവഗിരിയിലുണ്ട്. നമ്മുടെ കുട്ടികളെ അവിടെ വിടുന്നില്ല. സേവാനികേതനിൽ ബ്രഹ്മവിദ്യാ നികേതൻ 1.5 ഏക്കർ സ്ഥലമാണ് അതിന് മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വലിയൊരു സംവിധാനത്തെ ഉണ്ടാക്കിയാണ് നമുക്ക് നല്ല ഊർജ്ജസ്വലരായി. കുമാരനാശൻ എന്തുകൊണ്ട് ഊർജ്ജസ്വലനായി? ശാസ്ത്രം പഠിച്ചത് കൊണ്ടാണ്, ഭാഷ പഠിച്ചത് കൊണ്ടാണ്. ബോധാനന്ദ സ്വാമി എന്തുകൊണ്ട് ഈ ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച് ഭാഷ പഠിച്ചു, ശാസ്ത്രം പഠിച്ചു? ഗുരുവിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ആ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന രഹസ്യത്തെ ശ്രീനാരായണ ഗുരുദേവിൽ നിന്നും അനുഭവിച്ചു. അതിനു മുമ്പ് ചിറക്കിലെ വീട്ടിൽ നിന്നുകൊണ്ട് വളരെ ഭംഗി, അന്നത്തെ ഏറ്റവും സമ്പന്നമായ വീടാണ് ചിറക്കിലെ ഭവനം എന്ന് നമുക്കറിയാം. അവിടെ ആ വീട്ടുകാർ പണം മുടക്കിയാണ്, ഈഴവൻപറമ്പ് വീട്ടുകാര് വാങ്ങിക്കൊടുത്ത സ്ഥലത്തായിരുന്നു ചിറക്കലെ ഒരു സ്കൂള് പ്രവർത്തിച്ചിരുന്നു. ആ സ്കൂളിലായിരുന്നു വേലു അഥവാ വേലായുധൻ ബോധാനന്ദ സ്വാമി ബോധാനന്ദഗിരിയായി, പിന്നെ ബോധാനന്ദ സ്വാമിയായി അവിടെ വിദ്യാഭ്യാസം നടത്തിയത്. ചെറുപ്പത്തിൽ തന്നെ കണക്കും അമരകോശവും സിദ്ധരൂപവും തുടങ്ങി നീതിസാരം തുടങ്ങി എല്ലാവിധ ശാസ്ത്രഗ്രന്ഥങ്ങളും വളരെ ഭംഗിയായി ഇദ്ദേഹത്തിന് പഠിക്കുവാൻ സാധിച്ചു. അന്നു മുതൽ തന്നെ ഈശ്വര സത്യം അറിയുകയും ജീവിതം ഈ ഭൗതികമായ എല്ലാവിധ സുഖത്തിൽ നിന്നും വിരക്തി പ്രാപിക്കുവാനും അതിനോടുള്ള ആസക്തി ഇല്ലാതാക്കുവാനും ഒക്കെ സാധിച്ചു. പക്ഷേ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു പൊതു സ്വഭാവമാണ്. സ്ഥിരമായ ഒരാൾ അമ്പലത്തിൽ പോയാൽ പറയും അവനെന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെന്ന് പറയും. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വീട്ടിലിരുന്ന് ആരെങ്കിലും ഉറക്കെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പറയും അവൻ തുടങ്ങി. പ്രാർത്ഥനയിൽ നിന്ന് ആൾക്കാരെ കളിയാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ രീതി. നമ്മുടെ ഇടയിൽ ഇയാൾക്ക് ഒരു പ്രാർത്ഥന കൊല്ലാൻ അറിയാമല്ല. തന്റെ മക്കൾക്ക് മാതൃകയായിക്കൊണ്ട് ഒരച്ഛൻ ഭാര്യയെയും മക്കളെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാം വീട്ടിലിരുത്തി കുടുംബത്തിലൊരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത വീട്ടിലും മതിലേ ഇരുന്ന് കളിയാക്കുന്ന ആൾക്കാരെ അറിയാം. പ്രാർത്ഥനയുടെ മഹത്വം ഏറ്റവും ഭംഗിയായി മലയാളത്തിൽ പറഞ്ഞു തന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. പ്രാർത്ഥനയില്ലാത്തവർക്ക് ഉപ്പില്ലാത്ത ഭക്ഷണം കൊടുക്കണം എന്ന് ഗുരു പ്രാർത്ഥനയുടെ മഹത്വമാണ് പറഞ്ഞു തന്നത്. അപ്പൊ ഇവിടെ നല്ല പ്രാർത്ഥനയിലൂടെയും ശാസ്ത്രഗ്രന്ഥങ്ങളിലൂടെയും ഈശ്വര ദർശനം മനസ്സിലാക്കിയ ഈ വേലായുധന് അന്ന് നിലവിൽ നിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങളെയും ശക്തമായി ചെറുത്തിരുന്നു. ചിറ്റൂർ മനവകയുള്ള തന്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തില് ആരും കാണാതെ കയറി ദർശനം നടത്തുകയും അവിടെ ക്ഷേത്രത്തിൽ കയറിയാൽ എന്തു സംഭവിക്കുമെന്ന് തന്റെ അടുത്തോടു കൂടി തന്നെ ചോദിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് കയറി ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അത് പിന്നീട് പ്രശ്നമാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാരതരാജ്യം മുഴുവനും സഞ്ചരിച്ച് ഈശ്വര ദർശനം മനസ്സിലാക്കുവാനായിട്ടുള്ള എല്ലാ വഴികളും സ്വീകരിച്ചു. വീട്ടുകാർ പറഞ്ഞു ഇവന് വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് വിവാഹം കഴിപ്പിച്ചു. ഇടയ്ക്ക് വിവാഹം കഴിപ്പിച്ചാൽ അങ്ങനെയാണല്ലോ, ആൺപിള്ളേർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കെട്ടിക്കുക എന്നുള്ളതാണ് പരിഹാരം. പെൺപിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കെട്ടിക്കാൻ ആരും നോക്കില്ല, അവർ പാവങ്ങൾ വീട്ടിൽ നിൽക്കത്തുള്ളൂ. ആൺകുട്ടികളെ കെട്ടിച്ചാൽ പരിഹാരമാവുമോ? ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഇത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനെ വിവാഹം കഴിപ്പിക്കണമെന്ന് കുടുംബക്കാർ ആലോചിച്ചത് ഗുരുവിന്റെ അതിതീവ്രമായ വൈരാഗ്യത്തോടു കൂടി ഭോഗസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് താൻ ആത്മാനന്ദത്തെ നേടിയെടുത്ത് ആ ആനന്ദത്തിൽ അതിരത്തെ ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലാക്കുവാൻ സ്വന്തം വീട്ടുകാർക്ക് പോലും സാധിക്കാതിരുന്നത് കൊണ്ടാണ് ഗുരുവിന് വിവാഹം ആലോചിച്ചത്. ഗുരു പറയും നമ്മുടെ വിവാഹ ദിവസം നാം വേളിമലയും കടന്ന് അപ്പുറം പോയി. കാലയമ്മനെ കണ്ടിട്ട് പോലുമില്ല ഗുരുവെ. ചിലരൊക്കെ അഭിനവ വ്യാഖ്യാതാക്കളൊക്കെ ശ്രീനാരായണ ഗുരുദേവന് വിവാഹം നടന്നതായിട്ട് ഭംഗിയായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതൊന്നും അടിസ്ഥാനമായിട്ട് എടുക്കരുത്. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം പഠിക്കണമെങ്കിൽ ഗുരുവിന്റെ ശിഷ്യന്മാരുടെ വാക്കിലൂടെ തന്നെ പഠിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്.
ഗുരുവിന്റെ കൃതികൾ പഠിക്കാൻ പ്രാമാണികമായി നാം സ്വീകരിക്കേണ്ടത് ഗുരുവിന്റെ കൃതികളും, രണ്ടാമത് ഗുരുവിന്റെ ശിഷ്യന്മാരെ ഗുരുവിനെ കുറിച്ച് എഴുതിയ കൃതികളുമാണ്. ഗുരുവിന്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള പഠനമാണ്. നിശ്ചലദാസ സ്വാമികള്, ബോധാനന്ദ സ്വാമികള്, സത്യവ്രത സ്വാമികള്, കുമാരനാശാന്, ഡോക്ടർ പൽപ്പു, ഇവരെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അവരുടെ എല്ലാം നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വം നമ്മളിൽ അറിയാതെ നിറഞ്ഞുകൊള്ളും. ഇവിടെ ബോധാനന്ദ സ്വാമികൾ ഹിമാലയത്തിലെല്ലാം പോയി തിരികെ വന്നു, ഒന്ന് വിവാഹം കഴിപ്പിച്ചു. വിവാഹത്തെ ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായ ആ ബന്ധത്തിൽ നിന്നെല്ലാം വിരക്തി നേടി വീട്ടുകാരെ നന്നാക്കാൻ അവിടെ ഒരു അവധൂത മഠം സ്ഥാപിച്ചു. നല്ല കായിക ശേഷിയുള്ള ചെറുപ്പക്കാരെ കണ്ടെടുത്തു, അവരിലേക്ക് ആവശ്യമായ അറിവ് പകർന്നു കൊടുത്തു. അവരെ അന്ന് നിന്നിരുന്ന ദുഷിച്ച വ്യവസ്ഥകൾക്കെതിരെ പോരാടുവാനുള്ള ധൈര്യത്തെ പകർന്നു കൊടുത്തു ബോധാനന്ദഗിരി. ആ ഒരു കൂട്ടായ്മയുടെ പേര് ധർമ്മപട സംഘം എന്നാണ്. ആ സംഘത്തിന് രഹസ്യ സംഘം എന്നുകൂടി പേരുണ്ട്. കാരണം അതിന്റെ മീറ്റിംഗ് കൂടുന്നത് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അതിന്റെ ഓരോ സ്ഥലത്തും ഓരോ ലീഡർമാരുണ്ട്, കമാൻഡർമാരുണ്ട്. ധർമ്മപട സംഘത്തിന്റെ മെയിൻ കമാൻഡർ ആയിരുന്നത് ഒറ്റപ്പാലത്തെ കൃഷ്ണൻ എന്ന് പറയുന്ന റെയിൽവേയിലെ ജോലി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇവരെങ്ങനെ കൂടുന്ന ആധുനിക കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് വളരെ കൃത്യമായി സംഘത്തിലെ അംഗങ്ങൾക്ക് സന്ദേശം കൊടുത്തുകൊണ്ട് അന്നത്തെ നാട്ടിൽ നിലവിൽ നിന്നിരുന്ന എല്ലാ ദുഷിച്ച വ്യവസ്ഥകളെയും വളരെ രഹസ്യമായി, വളരെ തന്റേടത്തോടു കൂടി നേരിടാൻ അതിന്റെ ലീഡർമാർക്കും അതിന്റെ നായകനായ ബോധാനന്ദ സ്വാമികൾക്കും ഒക്കെ കൃത്യമായി സംഘത്തിലെ ഓരോ അംഗങ്ങൾക്കും കൊടുക്കേണ്ട നിർദ്ദേശങ്ങളെല്ലാം വളരെ രഹസ്യമായി കൊടുത്തുകൊണ്ട് അന്ന് ഇവിടെ നിലനിന്നിരുന്ന എല്ലാ വ്യവസ്ഥകൾക്കെതിരെയും ഈ രഹസ്യ സംഘം ശക്തമായി പ്രതികരിച്ചു. ചൂണ്ടുവിരല് തുമ്പൊന്നും മുറിച്ചിട്ട് തിലകം ചാർത്തിയാണ് ജാതിയുടെ കാര്യത്തിൽ ഞാൻ ആരുടെയും മുൻപിലല്ല, ആരുടെയും പിൻപിലുമല്ല എന്നൊക്കെയുള്ള ഒരു വലിയ സത്യം പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടാണ് ഇവർ കൂടുന്നത്. അങ്ങനെ അവര് നടത്തിയ ഒരുപാട് ലഹളകളുണ്ട്. തൃശ്ശൂർ ഭാഗത്ത് ഒരുപാട് പൂരങ്ങളുടെ നാടാണല്ലോ തൃശ്ശൂര്. അവിടെ നടന്നിരുന്ന പല പൂരങ്ങളും എഴുന്നള്ളുമ്പോൾ ആ പൂരം എഴുന്നള്ളുന്ന റോഡിന്റെ വക്കിൽ താമസിക്കുന്ന അവർണന്മാര്, ജാതിയിലെ പിന്നോക്കം എന്ന് പറയുന്ന സമുദായ അംഗങ്ങൾ ആരും വീട്ടിൽ പോലും നിൽക്കരുത് എന്നുള്ള ഉത്തരവിറക്കിക്കൊണ്ട് അവരെ വീട്ടിൽ നിന്നും മാറ്റിയതിന് ശേഷമാണ് പൂരത്തിന്റെ എഴുന്നള്ളിപ്പൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ആദ്യമായി അതിനെതിരെ ശക്തമായി പോരാടി. അതിനുള്ള ധൈര്യം ബോധാനന്ദ സ്വാമികളാണ്. അങ്ങനെ ആ നാട്ടിൽ നടന്ന പൂര ലഹളകള്, ആറാട്ടുപുഴ പൂരം ലഹള, അങ്ങനെ ഒരുപാട് ലഹളകൾ. ലഹളകൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി സമരം ചെയ്യുകയല്ല, നല്ല കുറുവടിയുമായിട്ട് പോയിട്ട് ആരെങ്കിലും പ്രകോപിതമായ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരനെ ജാതിയുടെ പേരില് അവനെ മാറ്റി നിർത്തപ്പെട്ടാൽ അവർക്കിട്ട് പോയി നല്ലതുപോലെ കായികമായി അവരെ നേരിടുന്ന ഒരു ധർമ്മപട സംഘം ഉണ്ടായിരുന്നു. പൊതു കിണറുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും വെള്ളമെടുക്കുവാനോ കുളിക്കുവാനോ ഉള്ള അവകാശമില്ലാതിരുന്നപ്പോൾ വെള്ളമെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാക്കി തന്നത് ധർമ്മപട സംഘമാണ്. സവർണന്മാര് വന്നു പൊതുകുളങ്ങളിൽ കുളിക്കുമ്പോൾ അതിന് ചുറ്റും എവിടെയെങ്കിലും മറഞ്ഞിരുന്നിട്ട് ധർമ്മപട സംഘത്തിലെ ആൾക്കാര് ചാടി കുളത്തിലേക്ക് ചാടി എന്നിട്ട് പറയും നിങ്ങൾ തീണ്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ ജാതിയിൽ നിങ്ങൾ തീണ്ടി എന്ന് പറഞ്ഞ് നിരന്തരമായി അവരെ പൊതുകുളങ്ങളിൽ ഉപദ്രവിച്ച് അവസാനം നമുക്ക് പൊതുകുളങ്ങൾ ഉപയോഗിക്കുവാനുള്ള അനുവാദം ഒരു സമരത്തിലൂടെ നേടിത്തന്നു. ഇന്ന് നമുക്ക് അതൊന്നും അറിയില്ല കേട്ടോ, നമ്മൾ ഇതെല്ലാം മറന്നുപോയി. ഇന്ന് നമുക്കെല്ലാം ഇവിടെയുണ്ട്. നല്ല വസ്ത്രം ധരിക്കാം, നല്ല വിദ്യാഭ്യാസം നേടാം, നല്ല ആഹാരം കഴിക്കാം, ഏത് വഴി കൂടെയും നടക്കാം. ഇതെല്ലാം നേടിയത് ഈ ബോധാനന്ദ സ്വാമി അടക്കമുള്ള ഗുരുദേവ ശിഷ്യന്മാരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അങ്ങനെ ബോധാനന്ദ സ്വാമികൾ നമുക്ക് നൽകിയ നിരവധി സംഭാവനകൾ 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ സമയത്താണ് ബോധാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവനെ ആദ്യമായി കാണുന്നത്. അതിനു മുമ്പ് ശിവലിംഗദാസ സ്വാമികളിൽ നിന്നും ഗുരുവിനെ കുറിച്ച് നല്ലതുപോലെ അറിഞ്ഞിരുന്നു. സർവശാസ്ത്ര പാരംഗതനായിട്ടുള്ള ബോധാനന്ദ സ്വാമികൾക്ക് അദ്വൈത വേദാന്തത്തിലെ വലിയ പ്രാവീണ്യമുള്ള ബോധാനന്ദ സ്വാമികൾക്ക് ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തുന്നതിനെ കുറിച്ച് ഒരു വലിയ എതിർപ്പുണ്ടായിരുന്നു. കാരണം ക്ഷേത്രങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഉള്ളത് കൊണ്ട്, അന്നത്തെ ക്ഷേത്രങ്ങൾ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല.
ഗുരു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇരുളടഞ്ഞ വവ്വാലിന്റെ നാറ്റമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് എന്തു പ്രയോജനം? ക്ഷേത്രങ്ങൾ കൊണ്ട് സാധാരണക്കാരൻ ഒരു പ്രയോജനമില്ല. ഗുരു തന്റെ ക്ഷേത്ര സങ്കല്പത്തെ അപ്പാടെ മാറ്റിമറിച്ചായിരുന്നു. അപ്പൊ ഗുരുവിന്റെ ആ ഒരു ഗുരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നതിനെ ഒന്ന് വളരെ ഭംഗിയായി ഗുരുവിനോട് ചോദിച്ച് ഗുരുവിനെ ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് പോലും ആഗ്രഹിച്ചാവാം ബോധാനന്ദ സ്വാമികൾ ഗുരുസൗധത്തിൽ എത്തുന്നത്. അത് മലബാറിൽ നിന്നും തിരുവിതാംകൂറിലേക്കുള്ള ഒരു യാത്രയാണ്, ക്ഷേത്രത്യാഗ പ്രസ്ഥാനം എന്ന പേരിൽ. അങ്ങനെയുള്ള യാത്രയുടെ ഇടയില് 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അതിന്റെ പ്രതിഷ്ഠാ സമയത്ത് ജാതിക്കെതിരെ വളരെ ഭംഗിയായി പോരാടിക്കുന്ന ഈ ധർമ്മപട സംഘത്തിന്റെ നേതാവായ ബോധാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവനെ കാണുകയാണ്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠയിൽ ഒരു നോട്ടം കൊണ്ട് തന്നെ ബോധാനന്ദ സ്വാമികളുടെ എല്ലാ സംശയങ്ങളും ഗുരുവിന്റെ ഒരു കടാക്ഷം കൊണ്ടില്ലാതായി എന്നാണ് പറയപ്പെടുന്നത്. അത് ഇതിനു മുമ്പ് അനുഭവത്തിൽ ആർക്കുണ്ടായിട്ടുണ്ട്? ശിവലിംഗദാസ സ്വാമികൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ശിശിരി കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ജയാൻ ബ്രഹ്മവിദ്യ കോവിദായ എന്നുള്ള വരികളൊക്കെ പിറന്നത്. യഥാർത്ഥ ഈശ്വര തത്വത്തെ അന്വേഷിച്ചെത്തുന്ന, അതില് ഹൃദയം നല്ലതുപോലെ ചൂടുപിടിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക്, സത്യമറിയാത്ത ശിഷ്യന്മാർക്ക് ഒരു നോട്ടം കൊണ്ട് സത്യദർശനം ഉണ്ടാക്കും. ആര്? ഗുരു. അത് ബോധാനന്ദ സ്വാമിക്കുണ്ടായി. ബോധാനന്ദ സ്വാമിയുടെ മനസ്സിലെ എല്ലാ സംശയങ്ങളും ഗുരുവിന്റെ ഒരു കടാക്ഷത്താൽ ഇല്ലാതായി. പിന്നീട് ബോധാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യപാരമ്പര്യത്തിന്റെ, മഹത്തായ ശിഷ്യപാരമ്പര്യത്തിന്റെ ഭാഗമായി അതുവരെ ശങ്കരാചാര്യ സ്വാമികളുടെ സമ്പ്രദായത്തിൽ നിന്നും സന്യാസം സ്വീകരിച്ച ബോധാനന്ദഗിരി ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ ശിഷ്യപാരമ്പര്യത്തിന്റെ ഭാഗമായി ബോധാനന്ദഗിരി മാറ്റി ബോധാനന്ദ സ്വാമിയായി മാറി. പിന്നീട് ഗുരുവിന് പുറകിൽ നിന്നുകൊണ്ട് ഗുരു മുന്നോട്ട് വെക്കുന്ന എല്ലാ സാമൂഹിക സേവന രംഗങ്ങളും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സർവ്വവിധ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിച്ചത് ബോധാനന്ദ സ്വാമികളാണ്. SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ അധികകാലം ആ പദവിയിൽ തുടരുവാൻ ബോധാനന്ദ സ്വാമിക്ക് സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്നായി ഇന്നും അവശേഷിക്കുകയാണ്. ബോധാനന്ദ സ്വാമികൾ നമ്മുടെ മുൻപിൽ അന്ധവിശ്വാസത്തെ ഇത്രയും ഭംഗിയായിട്ട് ഇല്ലാതാക്കിയത് ബോധാനന്ദ സ്വാമികളാണ്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച നല്ല നല്ല ആചാരങ്ങളാണ് ഇന്ന് ഈ നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഗുരുവിന് മുൻപുണ്ടായിരുന്ന ഒരാചാരങ്ങളും ഇന്നില്ല. പറഞ്ഞാൽ ചെയ്യാൻ നമുക്കിന്ന് മടിയാണ്. നമ്മൾ എവിടെയെങ്കിലും മൃഗബലി നടത്തുവാൻ പോകും. അതിനു പകരം ഇന്ന് പലർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കുമ്പളങ്ങ വെട്ടാറുണ്ട്. അന്നുണ്ടായിരുന്ന പല പ്രതിഷ്ഠകളെയും ഗുരു എടുത്ത് ദൂരെ കളഞ്ഞില്ലേ? ആചാര സംവിധാനങ്ങളെയും എല്ലാം ശ്രീനാരായണ ഗുരുദേവനെടുത്ത് മാറ്റി. ഗുരുവിനോട് ആചാരം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഗുരു അതിന് നമുക്ക് നൽകിയ വിശദീകരണം ശുചിത്വപൂർണമായ ജീവിതം ഒരാചാരമായി അനുഷ്ഠിക്കണമെന്നാണ്. ആചാരത്തെക്കുറിച്ചും അനാചാരത്തെക്കുറിച്ചും ദുരാചാരത്തെക്കുറിച്ചും എല്ലാം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും ഈ നാട്ടിൽ നടന്നപ്പോൾ ഒരിടത്തു പോലും ശ്രീനാരായണ ഗുരുദേവനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കും നമ്മുടെ സമൂഹം. പക്ഷെ ഒരിടത്തു പോലും ഗുരു ആചാരത്തെ ഏറ്റവും ഭംഗിയായി വിശദീകരിച്ചത് ശുചിത്വപൂർണമായ ജീവിതമാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല ആചാരം എന്നാണ്. ആ ആചാരത്തെ ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല, ഗുരു തന്നെയാണ് പറഞ്ഞു തരുന്നത്. ത്രികരണത്തിൽ ശുദ്ധിയുള്ളവനാണ് ഗുരു. സഹോദരനയ്യപ്പൻ പാടത്തില്ലേ, ത്രികരണ ശുദ്ധി നിദർശനമായി പ്രതിതമാം ഭവ ചരിതം ഞങ്ങൾക്ക് ശരണമാകണേ. നമുക്ക് ശരണമാകേണ്ടത്, നാം ആശ്രയിക്കേണ്ടത് ത്രികരണങ്ങളിൽ ശുദ്ധിയുള്ള ഗുരുവിനെയാണ്. ആ ഗുരുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മളിലേക്ക് നല്ല നല്ല ആചാരങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നല്ല വിവാഹങ്ങള്, നാം ഇന്ന് കാണുന്ന നല്ല വിവാഹ സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ടാക്കി തന്നത് SNDP യോഗമാണ്. ഗുരുദേവൻ സർക്കുലർ അയച്ച് നടപ്പിലാക്കിയതാണ് ആചാര പരിഷ്കരണത്തിന്റെ ഭാഗമായി. അതിനു മുമ്പുണ്ടായിരുന്ന പല കല്യാണങ്ങളും, പുളികൂട് കല്യാണവും കെട്ടുകല്യാണവും പുടവ കൊടുപ്പ് കല്യാണങ്ങളും എല്ലാം ഗുരുദേവൻ നിരവധി തവണ SNDP യോഗത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടും നിർത്താതിരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു വലിയ പന്തലിലേക്ക് ഗുരുദേവൻ കടന്നു ചെന്ന് ഇതിനി മേലാൽ നടത്തരുത് എന്ന് പറഞ്ഞ് അവിടെ വന്ന മുഴുവൻ ആൾക്കാരെയും പിരിച്ചു വിട്ടുകൊണ്ട് അവരോട് ഭക്ഷണം കഴിച്ചിട്ടേ പോകാനുള്ള ഒന്നുകൂടി ഗുരു പറഞ്ഞു കേട്ടോ.
അവിടെ വിവാഹത്തിന് ഒരുക്കി നിർത്തിയിരുന്ന കുട്ടികൾക്ക് മുഴുവനും മധുരം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ട് ഇനിമേലാൽ നമ്മുടെ സമൂഹത്തില് ഇത്തരത്തിലുള്ള പുടവ കല്യാണങ്ങളും അതുപോലെ തന്നെയുള്ള കെട്ടുകല്യാണങ്ങളും പുളികുടു കല്യാണങ്ങളും ഒന്നും നടത്തരുത് എന്നുള്ള ശക്തമായ ഗുരുവിന്റെ നിർദ്ദേശം. ഗുരുദേവൻ നേരിട്ട് ഇടപെട്ടാണ് അത് നിർത്തിയത്. എന്നിട്ട് നല്ല വിവാഹ സംവിധാനത്തെ തന്നു. ആ വിവാഹ സംവിധാനം ഇന്ന് വളരെ ഭംഗിയായിട്ട് നമ്മൾ നടപ്പിലാകുന്നു. അതിലെ ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വിവാഹവേദി പവിത്രമായ ഒരു വേദിയാണ്. സംശയമുണ്ട് ആർക്കെങ്കിലും? കന്യകയായ തന്റെ മകളെ ശുഭേജിതോ ധർമ്മപ്രജാ സമ്പത്തി അർത്ഥം എന്ന് തുടങ്ങുന്ന മന്ത്രം ചൊല്ലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ നന്മയും ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോട് പ്രാർത്ഥനയോടുകൂടി നടത്തുന്ന ഒരു നല്ല പവിത്രമായ വേദിയാണല്ലോ. ആ വേദിയിൽ ഇങ്ങനെ ആവണം. 5 വിളക്ക് വെക്കണം, അവിടെ ഒരു കലശം വെക്കണം, അവിടെ ഇന്ന സങ്കല്പത്തിൽ പൂജ നടത്തണം, വധുവിന് വരന് കൈമാറുമ്പോൾ കന്യാദാനം നടത്തുമ്പോൾ ഇന്ന മന്ത്രം ചൊല്ലണം. ഗുരുവിന്റെ നിർദ്ദേശമാണ്, SNDP യോഗം വഴി വന്നതാണ്. വരൻ പെൺകുട്ടിയെ സ്വീകരിക്കുമ്പോൾ ഇന്ന മന്ത്രം ചൊല്ലണം. താലി കെട്ടുന്ന സമയത്ത് മംഗല്യ തന്തുനാനേന മമ ജീവന ഹേതുന എന്ന് തുടങ്ങുന്ന മന്ത്രം ചൊല്ലണം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുമാരനാശാന്റെ വകയായിട്ട് ഒരു വിവാഹമംഗൾ ആശംസയും എഴുതി. അവ്യൻ ശിവനും ആദിദേവിയും. എന്തു നല്ല വരികളാണ് എന്നറിയോ? കാണി കന്മഷവും എന്നി സൗഹൃദം പേണുവിൻ ധരയിൽ 100 വത്സരം പ്രാണനും തനുവും എന്ന പോലവേ എന്നൊക്കെ തുടങ്ങുന്ന. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. കാണി കന്മഷവും എന്നി സൗഹൃദം, എന്നാലും നിങ്ങളുടെ സൗഹൃദത്തിന് കുറവ് സംഭവിക്കരുതെന്നാണ് ദമ്പതികൾക്ക് SNDP യോഗം നൽകുന്ന ആശംസ. കുമാരനാശാൻ എഴുതിയതാണ്, കാണി കന്മഷവും എന്നീ സൗഹൃദം പീണുവിൻ ധരയിൽ 100 വത്സരം പ്രാണനും തനുവും എന്ന പോലവേ. ശരീരത്തെ എപ്രകാരമാണോ പ്രാണൻ, അതുപോലെ നിങ്ങൾ രണ്ട് ശരീരവും ഒരു മനസ്സുമായി വളരെ ഭംഗിയായിട്ട് 100 വത്സരക്കാലം സന്തോഷത്തോടു കൂടി ജീവിക്കുവാനാണ് SNDP യോഗം നവദമ്പതിമാർക്ക് നൽകുന്ന ആശംസ. അവിടെ ഒരു താലം കൊണ്ടാണ് പെൺകുട്ടി കയറി വരുന്നത്. ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ഒരു താലം കൊടുത്തല്ലേ നമ്മുടെ പെൺകുട്ടി വരുന്നത്. ഇന്ന് പല വിവാഹവേദിയിലും വിവാഹം നടത്താൻ നിൽക്കുമ്പോഴത്തേക്കും താലവുമായിട്ട് പെൺകുട്ടി അമ്മായി വന്ന് താലം മേടിച്ചോണ്ട് പോകും. ശാന്തികുറിയ ദക്ഷിണയൊക്കെ തന്നിട്ട് മേടിച്ചോണ്ട് പോകും. എന്നിട്ട് അവിടെ വന്ന് ഈ താലവുമായിട്ട് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ താലം അമ്മായിയുടെ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ അവിടെ ഡാൻസ് കളിയാണ്. വളരെ മോശമാണ്. ഡാൻസ് ഒക്കെ കളിച്ചോട്ടെ, വിവാഹത്തിന്റെ ചടങ്ങുകൾ ഗുരുവിന്റെ ചിത്രമൊക്കെ മാറ്റിയിട്ട് ഇതിന് ശേഷം അടിച്ചു പൊളിക്കുന്ന മുഹൂർത്താണെങ്കിൽ ഗുരുദേവൻ അങ്ങനെയല്ല പറഞ്ഞു, വളരെ ലളിതമാക്കി നടത്തണം എന്നാണ് പറഞ്ഞത്. ഇനി ഇതൊന്നും പറ്റാത്തവർ ഡാൻസ് ഒക്കെ കളിച്ചോട്ടെ, പക്ഷേ ഈ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായ താലം കൈപ്പിടിക്കേണ്ട സമയത്ത് ഡാൻസ് കളിച്ചാൽ അത് കോപ്രായമാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ സ്റ്റേജെ കയറിയിട്ടൊക്കെ കാണിക്കുന്ന കാട്ടയങ്ങൾ പ്രാർത്ഥനയില്ല. കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ കല്യാണം നടത്തുവാണ്. ചെറുക്കൻ ഇങ്ങനെ പിടിക്കത്തുള്ളൂ പൂ കൈ. അവന് തൊഴുതു പിടിക്കാൻ വലിയ മടി. അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്, പ്രാർത്ഥനയുടെ മുഹൂർത്തമാണ്. ഞാൻ ദൈവമേ എന്ന് ചൊല്ലിയിട്ട് ഞാൻ നിർത്തിയിട്ട് പറഞ്ഞു, മോനെ ഒന്ന് തൊഴുതു പിടിക്കാവോ എന്ന് ചോദിച്ചു. ഇച്ചിരി ദേഷിച്ച് അവനെ നേരെ തൊഴുതു പിടിച്ചു. പക്ഷെ പൂക്കളെ പോലെ വിറയ്ക്കുക. അടുത്ത് വന്ന് വർത്താനം പറയുമ്പോഴാണ് 2 അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ ചെയ്യാമോ? ഇതൊക്കെ അനാചാരമാണ്. വിവാഹം പവിത്രമായ ഒരു കർമ്മമാണ്. അപ്പൊ നമ്മൾ മാതാപിതാക്കള് നമ്മുടെ അടുത്തുള്ള ആൾക്കാരിൽ വിവാഹവേദിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, വളരെ നല്ല ആചാരത്തെ ഏറ്റവും ലളിതമായി ഭംഗിയായി ഗുരു നമുക്ക് തന്നു. പക്ഷെ ഇന്ന് ഹൽദിയും മെഹന്തിയും എന്നൊക്കെ പറഞ്ഞ് ഗുരു പണ്ട് ഇല്ലാതാക്കിയ പല കല്യാണങ്ങളും അനാവശ്യമായ പണം ധൂർത്ത് ചെലവഴിക്കുന്ന വേദിയായിട്ട് മാറുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാക്കണം. ഗുരു പണ്ടൊക്കെ ഇതൊക്കെ നിർത്തിയത് അനാവശ്യമായ പണച്ചെലവ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കുടുംബങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ വീടിനടുത്ത് ഞാൻ നടത്തിയ ഒരു വിവാഹമാണ്. 3 കോടി രൂപ 3 ലക്ഷം രൂപ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നടത്തുന്ന കല്യാണത്തില് 1.5 ലക്ഷം രൂപയും കൊടുത്തത് വീഡിയോഗ്രാഫറിനാണ്. 3 ദിവസം ഈ മെഹന്തിക്കും ഹൽദിക്കും കല്യാണത്തിനും വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫി നടത്തിയതാണ്. സുധി ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ ചീത്ത പറയുമായിരിക്കും, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അനാവശ്യമാണ്. കയ്യിൽ പണമുള്ളവർ കാണിക്കട്ടെ, ഇല്ലാത്തവർ ചെയ്യരുത്. അപ്പൊ നല്ല ആചാരങ്ങളെ ആര് തന്നു? ഗുരുദേവൻ നമുക്ക് പകർന്നു നൽകി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? മരണാനന്തര കർമ്മങ്ങൾ. വളരെ ഭംഗിയായി എങ്ങനെയാണ് നടത്തേണ്ടത്? ഒരാൾ മരിച്ചാൽ ഉടൻ തന്നെ ദഹിപ്പിക്കുകയും 10 ദിവസം പുല ആചരിക്കുകയും 11ാമത്തെ ദിവസം ഹോമവും കുളിയും പുണ്യാഹവും നടത്തണം. കോട്ടയത്തെ ഭൂരിപക്ഷ SNDP ശാഖകളും വളരെ ഭംഗിയായി, ഒരുപാട് പ്രതിസന്ധികൾ അതിലുണ്ടായി. അതിനുണ്ടായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരായി നിന്നത് ഈ നാട്ടിലെ ജ്യോതിഷന്മാരാണ്. അവർക്ക് ഗുരുവിനെ വിശ്വാസമില്ല. ഇന്നിത് പറയുവാൻ കാരണം
താണിശ്ശേരി ലഹള 1920 ബോധാനന്ദ സ്വാമികളുടെ പേരിൽ നേതൃത്വത്തിൽ താണിശ്ശേരി ലഹള എന്ന ഒരു വിപ്ലവം നടന്നു. തൃശ്ശൂര് താണിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ച പുലയാചരണം സമുദായത്തിൽ നടപ്പിലാക്കുവാൻ തനിക്ക് സ്വാധീനമുള്ള ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചപ്പോൾ അവിടെ പോയി പറഞ്ഞു, വളരെ കൃത്യമായി ഗുരുവിന്റെ നിർദ്ദേശമുണ്ട്, 10 ദിവസം പുലയാചരിക്കണം, 11 ദിവസം കൊണ്ട് ചടങ്ങുകൾ തീർക്കണം, അടിയന്തരമൊക്കെ 11ാമത്തെ ദിവസം നടത്തണം എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിച്ചിട്ട് അവര് ആ കർമ്മം ചെയ്യാൻ തയ്യാറായപ്പോൾ ഈഴവർ 16 ദിവസം പുലയാചരിച്ചാൽ മതി എന്നുള്ള ഇണ്ടാസിറക്കി ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി തല്ലുമെന്നായപ്പോൾ ബോധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ധർമ്മപട സംഘം ആ 16 ദിവസത്തെ പുലയാചരണം നടത്തുവാൻ അവരെ പ്രേരിപ്പിക്കുകയും അവരെ നിർബന്ധിക്കുകയും 11 ദിവസത്തെ പുലയാചരണം നടത്തിയാൽ തല്ലുമെന്ന് പറഞ്ഞ 200ഓളം വരുന്ന സവർണ ബൂർഷകളെ തല്ലു നേരിട്ടു ബോധാനന്ദ സ്വാമികൾ. മാത്രമല്ല അതിന് നേതൃത്വം കൊടുത്ത മന പൊളിക്കുവാൻ അന്ന് ഈഴവ പോരാളികൾ മുന്നിലുണ്ടായിരുന്നു ബോധാനന്ദ സ്വാമികളുടെ ധർമ്മപട സംഘത്തിന്റെ നേതൃത്വത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? 1920 10 ദിവസം പുലയാചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് നടപ്പിലാക്കുവാൻ വളരെ ഭംഗിയായി ശ്രമിച്ച ബോധാനന്ദ സ്വാമി ഇന്നും തൃശ്ശൂര് ബോധാനന്ദ സ്വാമികൾ ജനിച്ച ആ വീട് 1.5 വർഷം മുമ്പ് ലേലം ചെയ്തു പോയി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് സംരക്ഷിക്കാനായില്ല എന്നുള്ളത്, അത് പൊളിക്കുകയാണ് എന്ന് പറഞ്ഞ് കേരള കൗമുദിയിൽ 6 മാസം മുമ്പ് ഒരു വാർത്ത വന്നപ്പോൾ നമുക്ക് വളരെ ദുഃഖമുണ്ടായി. എന്തായാലും ബോധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ഇന്നും കോഴിക്കോട് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ 11 ദിവസമാണ് അവർ ആചരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നാൽ ബോധാനന്ദ സ്വാമിയുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഇന്ന് നമ്മുടെ ഈ ശാഖയിൽ ഒരു വീട്ടിൽ സഞ്ചയനത്തിന് ചെന്നപ്പോഴത്തേക്കും അവരിലേക്ക് അവരുടെ മറ്റു പല ബന്ധുക്കളും ഈ ശാഖയിൽ അംഗമാണ്, അവർക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അവരുടെ ബന്ധുക്കള് ഒരു ചാർത്തുമായിട്ട് വന്നിരിക്കുകയാണ് 16 ദിവസത്തെ പുലയാചരിക്കണമെന്ന്. ഇങ്ങനത്തെ മണ്ടന്മാർ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഈ 4-5 വർഷമായിട്ട് നമ്മുടെ ഇവിടെ ഈ ഇങ്ങനെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയിട്ട് എവിടെയെങ്കിലും ഒരു ആത്മാവ് വലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ? ഇത്രയും അധികം മനുഷ്യരെ അന്ധവിശ്വാസികളാണ് നമ്മുടെ ഇടയിൽ. അതിന് പ്രധാന കാരണം യഥാർത്ഥ ഈശ്വര തത്വം അറിയാത്തതൊന്നുകൊണ്ട് മാത്രമാണ്. ബോധാനന്ദ സ്വാമികൾ വളരെ ഭംഗിയായി താണിശ്ശേരി ലഹളയ്ക്ക് ബോധാനന്ദ സ്വാമികൾ നേതൃത്വം കൊടുത്തത് 11 ദിവസം പുലയാചരിക്കുന്നതിന് വേണ്ടി 1920 അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കിയത് നമ്മുടെ പ്രദേശത്താണ് എന്നുള്ളത് ഗുരുവിന്റെ ഒരു ഭക്തൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. ഇതര ശാഖായോഗങ്ങളിൽ എന്നെ കോട്ടയത്തെ, ഞാൻ ശാഖയുടെ പേര് പറയത്തില്ല, ആ ശാഖായോഗത്തിന്റെ പരിധിയിൽപ്പെട്ട ഒരു വീട്ടിൽ എന്നെ അടക്കിന് വിളിച്ചപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 11 ദിവസമാണെങ്കിലേ ഞാൻ ചെല്ലുള്ളൂ. സഹിച്ചേട്ടോണ്ട് ഞാൻ ആദ്യം പറഞ്ഞതാ, 11 ദിവസമാണെങ്കിലേ വരത്തുള്ളൂ. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഗുരുവിന്റെ ഗുരുധർമ്മ പ്രചരണത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ്. നമുക്ക് ധൈര്യമുണ്ട് ആ കാര്യത്തിൽ നടപ്പിലാക്കുവാൻ. ഞാനീ പറഞ്ഞ ശാഖയിലെ ആള് പറഞ്ഞു അത് കുഴപ്പമില്ലെന്ന് പറയും. ഞാൻ എന്നിട്ട് ആ വീട്ടുകാരോട് പറയുകയാണ് 11 ദിവസം കൊണ്ട് പുലയാചരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവരെല്ലാം പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ശാഖയുടെ സെക്രട്ടറി എന്നിട്ട് പറയുക, ശാന്തി അങ്ങനെയൊക്കെ പറയും, ഇനി നിങ്ങൾക്ക് ഇനി 16 നടത്തണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ശാന്തിയോട് പറഞ്ഞോളാം. കാരണം അദ്ദേഹത്തിന് ഉറപ്പില്ല. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. മനസ്സിലാക്കുക. അത് വളരെ ഭംഗിയായി 11 ദിവസത്തെ പുലയാചരണത്തെ 1920 ബോധാനന്ദ സ്വാമികൾ നമ്മുടെ ഇടയിൽ നടപ്പിലാക്കുവാൻ ശ്രമിച്ചിരുന്നു. കൊച്ചിൻ നാഷണൽ ബാങ്ക് എന്ന് പറയുന്ന ഈ നാട്ടിലെ ആദ്യകാല ബാങ്കുകളിൽ ഒന്ന് സ്ഥാപിച്ചത് ബോധാനന്ദ സ്വാമികളാണ്. കൊച്ചിൻ ഈഴവ സമാജം സ്ഥാപിച്ചത് ബോധാനന്ദ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സിലോൺ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് ബോധാനന്ദ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹം ആദ്യമായി പ്രതിഷ്ഠിച്ചത് 1927 ഗുരു കണ്ട ഗുരുവിന്റെ വിഗ്രഹം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തില് പ്രതിഷ്ഠിച്ചത് ബോധാനന്ദ സ്വാമികളാണ്. വാടാനപ്പള്ളിയിലെ കടൽക്കരയിലെ കടലെ എന്റെ ഗുരു പറഞ്ഞു കടലെ ശാന്തമാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നത് ബോധാനന്ദ സ്വാമികളാണ്. ഗുരുവിന്റെ ആജ്ഞയെ ബോധാനന്ദ സ്വാമികൾ കടലിന്റെ മുൻപില് നിർദ്ദേശമായി കൊടുത്തപ്പോൾ ബോധാനന്ദ സ്വാമികളിലൂടെ ഗുരുവിന്റെ വാക്കിനെ കടൽ അനുസരിച്ചതും നമ്മുടെ മുൻപിൽ ചരിത്രമായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെ ഗുരുവിന്റെ ഏറ്റവും നല്ല ശിഷ്യനായ ബോധാനന്ദ സ്വാമികൾ എല്ലായിടങ്ങളിലും വളരെ വലിയ ധൈര്യശാലിയായ ബോധാനന്ദ സ്വാമികൾ. നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് കാലങ്ങൾക്ക് മുമ്പേ മിശ്രഭോജനം സഹോദരനയ്യപ്പൻ 1917 അന്ന് ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട എല്ലാ സമുദായ അംഗങ്ങളെയും വിളിച്ചിരുത്തി മിശ്രഭോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന പോലെ ഇലയിട്ട് ഓരോരുത്തർക്കും ഓരോ ഇലയിട്ട് സെപ്പറേറ്റ് കസേരയിലിരുന്ന് സദ്യ നടത്തുന്ന മിശ്രഭോജനം അല്ല. മറിച്ചു
ഒരുപാട് ഇലകൾ ഒന്നിച്ചു കൂട്ടിയിട്ട് പുഴുക്കുണ്ടാക്കി. നമ്മൾ ഈ സമാധിക്ക് കഞ്ഞിയും പുഴുക്കൊക്കെ അടിക്കുന്ന അതുപോലെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കാച്ചിലും ചേമ്പും ചേനയും കായും കപ്പയും എല്ലാം ഇട്ട് നല്ലപോലെ പുഴുക്കുണ്ടാക്കി അത് ഒരു ഇലയിലേക്ക് കൂട്ടിയിട്ട് ചുറ്റും വിവിധ ജാതിയിൽപ്പെട്ട ആൾക്കാർ ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടു കൂടി പരസ്പരം എടുത്ത് കഴിച്ച് പരസ്പരം എടുത്ത് പകർന്നു കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചതാണ് മിശ്രഭോജന പ്രസ്ഥാനം. നമ്മുടെയൊക്കെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് 1917 ചെറായില് സഹോദര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ, സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലാണ് മിശ്രഭോജനം നടന്നത് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. അതിനും 10 വർഷം മുമ്പ് തന്നെ 1907 ധർമ്മപട സംഘത്തിന്റെ നേതൃത്വത്തില് ചിറക്കല് ഈ ലോകത്തിലെ ആദ്യത്തെ മിശ്രഭോജനം നടന്നിരുന്നു. അത് നടത്തിയത് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിലെ സാമൂഹികമായ പരിഷ്കരണത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ബോധാനന്ദ സ്വാമികൾ. അതിലുപരിയായി ഗുരുവിനേക്ക് ചേർന്നതിന് ശേഷം വളരെ ഭംഗിയായി ഈശ്വര ദർശനത്തെ, ഗുരുവിന്റെ വാക്കുകളെ, ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് ബോധാനന്ദ സ്വാമികൾ പകർന്നു നൽകിയിട്ടുണ്ട്. അതിന് ബോധാനന്ദ സ്വാമികൾ ഉപയോഗിച്ച ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് ഈശ്വര പ്രാർത്ഥന. ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിരട്ടെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന നല്ലതുപോലെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും, ആ പ്രാർത്ഥന സൂചിപ്പിക്കുന്നത് മുഴുവനും ആരെയാണ്? ശ്രീനാരായണ ഗുരുദേവനെയാണ്. പ്രാർത്ഥനകളെല്ലാം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രകർഷണേനയുള്ള അർത്ഥന എന്നാണ്. ഏറ്റവും ഭംഗിയായി ഈശ്വരന്റെ മുൻപില് ഒരു ഭക്തൻ അവന്റെ ആവശ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് നല്ല നല്ല പ്രാർത്ഥനകൾ. ശ്രീനാരായണ ഗുരുദേവന് ഒരുപാട് പ്രാർത്ഥനകൾ, ഗുരുവിനോട് നമ്മൾ എന്താവശ്യം പറഞ്ഞാലും ഗുരു അതെല്ലാം നമുക്ക് സാധിച്ചു തന്നിരുന്നു. ഗുരുവിനെ വിപ്ലവകാരി എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഗുരുവിന്റെ മുൻപില് അരുവിപ്പുറത്ത് വെച്ച് ഗുരുവിന്റെ സതീർത്ഥരായിരുന്ന കുറച്ചുപേരും ഗുരുവിന്റെ ശിഷ്യന്മാരുമൊക്കെ ഗുരുവിനോട് ആവശ്യപ്പെടുകയാണ്, സ്വാമി നമുക്ക് ആരാധന നടത്തുവാൻ ക്ഷേത്രം വേണം. ഗുരുദേവൻ എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങൾ അവരുടെ ക്ഷേത്രത്തിലേക്ക് പോയി ഒരു സമരം നടത്തി ആ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറി ആരാധന നടത്തുവാൻ ആണോ ഗുരു പറഞ്ഞത്? ആ ക്ഷേത്രത്തിന് അവിടെ ആരാധന നടത്തുവാൻ അവകാശം തരാതിരുന്ന അവിടുത്തെ ഭാരവാഹികൾ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും ഗുരു പറഞ്ഞിട്ടില്ല. മറിച്ചു ഗുരു പറഞ്ഞെന്താണ്? നാം ഒരു ക്ഷേത്രം പണിത് തരാം. എത്ര ഭംഗിയായിട്ടാണ് പരിഹാരം ഉണ്ടാക്കുന്നത്. ഒരു പ്രശ്നങ്ങൾക്ക് വളരെ ഭംഗിയായിട്ടാണ് ഗുരു പരിഹാരം കാണുന്നത്. വിദ്യാലയങ്ങളില്ല സ്വാമി, നാം വിദ്യാലയങ്ങൾ പണിത് തരാം. ഗുരു എന്തുമാത്രം വിദ്യാലയങ്ങളെ സൃഷ്ടിച്ചു. നിശാപാഠശാലകൾ, ഒരു 10 പേരെ കൈ കിട്ടി കഴിഞ്ഞാൽ എന്നേരെ അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുകയാണ്. എന്തെല്ലാം വേണം? വ്യവസായശാലകൾ വേണം. ഗുരു സ്ഥാപിച്ചു തന്നില്ലേ? ആരെയും വെല്ലുവിളിക്കാതെ നമുക്ക് ആവശ്യമായതെല്ലാം ഒരുക്കി തന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഇന്ന് അരുവിപ്പുറം ക്ഷേത്രം മുതൽ 100 കണക്കിന് ക്ഷേത്രങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതും ഗുരുവിന്റെ ശിഷ്യന്മാരെ പ്രതിഷ്ഠിച്ചതുമായിട്ടുള്ള 100 കണക്കിന് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളോട് ചേർന്ന് നല്ല പൂന്തോട്ടങ്ങള്, നല്ല ഗ്രന്ഥശാലകള്, നല്ല വ്യവസായശാലകള്, നല്ല വിദ്യാലയങ്ങളെ എല്ലാം ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിന്റെ ക്ഷേത്രങ്ങളോട് ചേർന്ന് നമുക്ക് ഉണ്ടാക്കി തന്നു. ക്രമേണ നമ്മുടെ ഇടയിലെ ഒരു വലിയ മാറ്റം ഉണ്ടായി. നമ്മളിൽ അറിവ് വർദ്ധിക്കുന്നു, സാമ്പത്തികമായി നമ്മൾ വളരെയധികം മുന്നോട്ട് പോകുന്നു, നമ്മൾ നല്ല രീതിയിൽ തൊഴില് പരിശീലനം നടത്തുന്നു, പണിയെടുക്കുന്നു, പണമുണ്ടാക്കുന്നു. സമുദായത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടായി. ഈഴവരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ജനവിഭാഗങ്ങളും വളരെ ഭംഗിയായി ഗുരുവിന്റെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ എല്ലാം കേന്ദ്രമായിരുന്നത് ക്ഷേത്രങ്ങളാണ്. അന്നത്തെ കാലത്തെ ഭജന മഠങ്ങളാണ്. എന്റെ നാട്ടില് എന്റെ SNDP ശാഖയില് ആൾക്കാര് അന്ന് കൂടിക്കൊണ്ടിരുന്നപ്പോ ഭജനമഠം എന്ന് വിളിക്കും. നമ്മുടെ ആദ്യകാല ശാഖകളെയൊക്കെ ഭജനമഠം എന്നായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളുടെ SNDPയെ വിളിച്ചിരുന്നത് സത്യധർമ്മ പ്രബോധിനി സഭ എന്നായിരുന്നു. നല്ല പേരുകളിലൂടെ ഗുരുവിന്റെ ശിഷ്യന്മാർ അവിടെ കൂടുമായിരുന്നു. ആ ചന്ദ്രധാര പ്രശോഭിനി സഭ എന്ന പേരിലാണ് നാഗമ്പടത്ത് നമ്മുടെ പൂർവികർ സംഘടിച്ചിരുന്നത്. ആ ചന്ദ്രധാര പ്രശോഭിനി സഭയുടെ നേതൃത്വത്തിലാണ് നാഗമ്പടം ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നതും ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശാനുസരണം ഈ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ നാഗമ്പടത്ത് മഹാദേവനെ നമുക്ക് പ്രതിഷ്ഠിച്ചു തരുന്നതും. വ്യക്തമാകുന്നുണ്ടോ? നമ്മൾ ആദ്യം കയറിയ ക്ഷേത്രമാണ് നമ്മുടെ മൂലക്ഷേത്രം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തിരുനക്കരയും ഏറ്റുമാനൂരും കുമാരനെല്ലൂരും, ചിലർ പറയും വേളാർവട്ടമാണ് നമ്മുടെ മൂലക്ഷേത്രമെന്ന്. ഒരിക്കലുമല്ല.
നമ്മൾ കോട്ടയംകാർ ആദ്യം കയറിയ ക്ഷേത്രം നാഗമ്പടം മഹാദേവ ക്ഷേത്രമാണ്. അത് സ്ഥാപിച്ചത് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളാണ്. മനസ്സിലാക്കുക, നമുക്ക് ബോധാനന്ദ സ്വാമികളോട് അങ്ങനെ വലിയൊരു കടപ്പാട് കൂടി ഉണ്ട്. നാം ആദ്യം കയറിയ നമ്മുടെ ക്ഷേത്രത്തിന്റെ സ്ഥാപകൻ ആചാര്യൻ ആരാണ്? ബോധാനന്ദ സ്വാമികളാണ്. അപ്പൊ അങ്ങനെ ബോധാനന്ദ സ്വാമികൾ ഏറ്റവും ഭംഗിയായി നമ്മുടെ ഇടയിലേക്ക് ഈശ്വര തത്വത്തെ വളരെ ഭംഗിയായി പറഞ്ഞു തന്ന കൃതിയാണ് ഈശ്വര പ്രാർത്ഥന. ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിരട്ടെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. മാനത്തും ഊഴിയിലും ആഴിയിലും പ്രകാശം ആനന്ദ രൂപമോടുകൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ നില പൂണ്ടരുളും വിഭു നിൻ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിരട്ടെ. 8:30 നിർത്തണോ? 8:30 5 മിനിറ്റും കൂടിയേ ഉള്ളൂ. മാനത്തും ഊഴിയിലും ആഴിയിലും പ്രകാശം 10 മണിയോ? 10 മണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പ്രശ്നം സംഭവിക്കും. പണ്ടൊരു ഭാഗവത സപ്താഹം നടക്കുകയാണ്. നിങ്ങളോട് ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുക. കാരണം എന്താണ്, ഈ വിഷയം സൂഹിക്കാൻ വലിയ പാടാ. അതിതീവ്രമായ ഒരു വിഷയമാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നാലേ ഗുരുവിന്റെ കൃതികളെല്ലാം അങ്ങനെയാണ് കേട്ടോ. അതീവമായ ശ്രദ്ധയും ഭക്തിയും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിലും വലുതായിട്ട് ശാസ്ത്രജ്ഞാനം വേണം. ഗുരുവിന്റെ കൃതികൾ പഠിക്കാൻ ശാസ്ത്രജ്ഞാനം അത്യാവശ്യമാണ്, ഭാഷ അത്യാവശ്യമാണ്. ഇപ്പോ ഉദാഹരണത്തിന് ഗുരുവിന്റെ ബ്രഹ്മവിദ്യാ പഞ്ചകം നിത്യാനിത്യ വിവേകതോ നിതരാം നിർവേദമാവദ്യ സദ്വിദ്വാനത്ര സമാധി ഷട്ക ലസിതക സ്യാൻമുക്തികാൻമോദ്ഭുവി എന്നൊക്കെ പറഞ്ഞ് ഗുരുദേവൻ ഈ സാധനാ ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു പോവുകയാണ്. ഗുരു അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ശമം, ദമം, ഉപരതി, തിതീക്ഷ, ശ്രദ്ധ, സമാധാനം, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിനെ ശമവും ദമവും ഉപരതിയും തിതീക്ഷയും ശ്രദ്ധയും സമാധാനവും തുടങ്ങിയ ഗുണങ്ങളെ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രകരണ ഗ്രന്ഥങ്ങളുടെ സഹായം വേണം. അത് ഏറ്റവും ഭംഗിയായിട്ട് വിശദീകരിച്ചിരിക്കുന്ന ഈ സാധനാ ചതുഷ്ടയ സമ്പത്തി വളരെ ഭംഗിയായി വിവരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിവേക ചൂടാമണി ശങ്കരാചാര്യ സ്വാമികളുടെ. ആ ഗ്രന്ഥം പഠിച്ച ഒരാൾക്ക് മാത്രമേ ഗുരുവിന്റെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തെ ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അക്ഷരം പിരിച്ച് പദം പിരിച്ച് അർത്ഥം പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞൊക്കെ നമുക്ക് സംശയങ്ങളാണ് ഒരുപാട്. ഈശ്വര പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് പ്രത്യക്ഷമായ തവ ശക്തിയെ മായമാറാൻ അത്യന്ത ഭക്തിയോട് വാഴ്ത്തുക മർത്യധർമ്മം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചില പുസ്തകങ്ങളിൽ മായമാലാൽ അത്യന്ത ഭക്തിയോട് വാഴ്ത്തുക മർത്യധർമ്മം എന്ന് പറയും. ഇപ്പൊ നമുക്ക് സംശയം വരാം. അതിനാണ് ഭാഷ അറിയാവുന്ന ഒരാളുടെ സഹായം ഇത്തരത്തിലുള്ള കൃതികളൊക്കെ പഠിക്കുവാനായിട്ട് നമുക്ക് സഹായമായി തീരുന്നത്. ഇവിടെ വളരെ ഭംഗിയായിട്ട് ഈശ്വര ദർശനത്തെ ഗുരുവിൽ നിന്നും അറിഞ്ഞുകൊണ്ട് യാതൊരു സംശയത്തിനും ഇട നൽകാതെ ഈശ്വരൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് ഭാരത രാജ്യത്തിലെ ലോകത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഈശ്വരനെ ഏറ്റവും ഭംഗിയായി വിവരിച്ചു കൊടുത്തത് തന്റെ അനുഭൂതിയിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവൻ വളരെ ഭംഗിയായിട്ട് അതിനെ വിവരിച്ചു കൊടുത്തു. നമ്മളെല്ലാവരും മറ്റു പലതുമാണ് സത്യം, ഈ ശരീരം സത്യമാണ് എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ കാണുന്ന മരം സത്യമാണ്, അതിലെ ഇലകൾ സത്യമാണ്, വിളക്ക് സത്യമാണ്, അത് സത്യമാണ്, ഇത് സത്യമാണ് എന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ മുൻപിൽ ഗുരു വളരെ വ്യക്തമായി പറയും, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. ഈ കാണുന്ന ശരീരം പോലും നിത്യമല്ല. നമ്മുടെയൊക്കെ വിചാരം നമുക്ക് വലിയ വിലയുണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ വിചാരം. നമുക്ക് വിലയുള്ളതായി തീരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെ ഒരു സ്ഥാനമാനങ്ങൾ കൊണ്ടൊന്നുമല്ല. നമുക്ക് വിലയുള്ളതായി തീരുന്നത് നമ്മുടെ ഉള്ളിലെ ജീവൻ ഉള്ളത് കൊണ്ടാണ്. എന്മാനസത്തിൽ വിലസുന്ന വിശേഷ ജീവൻ നിന്മേനിയോർത്തു നിയതം നിധി എന്ന പോലെ പൊന്നേ വസിപ്പതിന് സംഗതി വന്നുവെന്നാൽ അന്നാണു ഞാൻ സുഹൃതാംബുരാശ എന്നൊക്കെ ഈ കൃതിയിൽ ബോധാനന്ദ സ്വാമി പാടുന്നുണ്ട്. നമ്മുടെ ഉള്ളില് ജീവൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വിലയുള്ളത്. ജീവനില്ലെങ്കിൽ നമുക്കൊരു വിലയുമില്ല. മനസ്സിലാക്കണം. ജീവൻ ഇല്ലാതാകുന്ന നിമിഷം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ?
നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന വിലയുള്ളത് മുഴുവൻ ഊരിയെടുക്കും. ശരിയാണോ? ശരിയാണോ? ഒരു മടിയില്ല അവർക്ക്. എന്നിട്ട് നമ്മുടെ ശരീരം എന്താ എടുക്കും? കത്തിച്ചു കളയും. ആദ്യം ദഹനക്കാരനെയും വിളിക്കും, രണ്ടാമത് ശാന്തിനെയും വിളിക്കും. ഇവർ രണ്ടുപേരും വന്നാലേ ഉള്ളൂ അവർക്ക് മനസമാധാനം ഉള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ശാഖാ സെക്രട്ടറിക്ക് സമാധാനം കൊടുക്കത്തില്ല. ചെതക്കാരൻ വന്നില്ലോ, ചെതക്കാരൻ വന്നില്ലോ, ചെതക്കാരൻ വന്നില്ലോ. പുള്ളിയെങ്ങാനും താമസിച്ചു കഴിഞ്ഞാൽ ഇത് കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് വിലയില്ല? ഇതിന് വിലയുള്ളതാക്കി മാറ്റുന്നത് എന്താണ്? ജീവനാണ്. ജീവനില്ലെങ്കിൽ നമ്മെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. എൻ മാനസത്തിൽ വിലസുന്ന വിശേഷ ജീവൻ, ആ ജീവനാണ് ഈശ്വരൻ. ആ ജീവൻ ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. സചേതനം അചേതനം ഇപ്രപഞ്ചം സർവം വിളക്കുന്ന കെടാവിളക്കെ, സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തും സ്നേഹപ്പരപ്പിൻ കടലേതൊഴുന്നേൻ. ആശാന്റെ വരികളാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖകം. എത്ര ഭംഗിയായിട്ട് ഗുരു പാടിത്തരുന്നു. അകവും പുറവും നിറഞ്ഞു നിൽക്കും മഹിമാവാർന്ന് നിൻ പദം. ഇത്ര ഭംഗിയായിട്ട് ഗുരുദേവൻ ഈശ്വരനെ നമ്മുടെ ഉള്ളിലേക്ക് ഉറപ്പിച്ചു തന്നു. എന്നിട്ട് നമ്മൾ നടക്കുകയാണ്. ഈശ്വരൻ അവിടെയാണ് ഇവിടെയാണ് ഇരിക്കുന്നത്. വണ്ടി പിടിച്ചങ്ങ് പോവുകയാണ്. ആർക്കെങ്കിലും ഈശ്വരനെ കാണാൻ പറ്റുന്നുണ്ടോ? ഈശ്വരനെ കാണണമെങ്കിൽ ധ്യാനത്തില് എൻ്റെ ഹൃദയം ലയമായിരിക്കണം. ആരോടുള്ള ധ്യാനത്തില്? ഈ പ്രപഞ്ചത്തിന് മുഴുവനും ആധാരമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ കുറിച്ചുള്ള നിരന്തര സ്മരണ. ആ സ്മരണയിലെ ഏറ്റവും ഭംഗിയായി സ്മരിക്കുന്നവൻ ഈശ്വരനായി തീരും. അവന് പിന്നീട് അവന്റെ മുൻപിൽ ഈ ലോക ജീവിതമേ ഇല്ല, ലോകമേ ഇല്ല. ഒരു കോടി ദിവാകരൊത്തുയരുമ്പടി പാരോട് നീരനലാദികളും കെട്ടുപോകും അവന്. ഗുരുവിന് അതെല്ലാം ഇല്ലാതാമായി. യാതൊരു പ്രാപഞ്ചിക അനുഭവങ്ങളും ഗുരുവിനില്ലായിരുന്നു. ഗുരു അതിനെല്ലാം ഇല്ലാതാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ്? ജ്ഞാനാഗ്ന സർവമുദ്ദിഷ്ട ജഗതാവിധം. ജ്ഞാനമാകുന്ന അഗ്നിയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഈ വിഷയവാസനകളെ മുഴുവനും ദഹിപ്പിച്ചു കളഞ്ഞിട്ട് ബോധപൂർവം ബ്രഹ്മവിത്തായ ഗുരു ജഗതാഹിതം, ജഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിധിപ്രകാരം കർമ്മം ചെയ്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് നട്ടെല്ല് നിവർത്തി ഈ രാജ്യത്ത് കൂടെ നടക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഇല്ലായിരുന്നുവെങ്കിൽ, ശ്രീനാരായണ ഗുരുദേവൻ ഈ നാട് ജന്മം നൽകിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയും അധികം സ്വാതന്ത്ര്യം, അറിവ് ഒന്നും യാതൊന്നും ലഭ്യമാകില്ലായിരുന്നു. ഗുരുവാണ് എല്ലാത്തിനും കാരണം. വളരെ സമഗ്രമായിട്ട് അടുത്ത ഞായറാഴ്ചത്തെ സെമിനാറിൽ വളരെ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ, ഒരുപക്ഷെ ഇവിടെ ഇനി വരുന്ന ഒരു ചടങ്ങിൽ സാറിനെ വിളിച്ച് LCD പ്രൊജക്ടറൊക്കെ വെച്ച് വളരെ നല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകും. ഇന്ന് നമ്മൾ പലരും അടിമകളെ പോലെയാണ് കിടക്കുന്നത്. പല പ്രശ്നങ്ങളിലും നമ്മൾ മൗനം ഭജിക്കുകയാണ്. നമുക്ക് ഇടപെടാനാവുന്നില്ല. ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാവരും തന്റെ ഇടത്തോടു കൂടി അതിനെ നേരിട്ടവരാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു കൊടുത്ത ഊർജം കൊണ്ട് ബോധാനന്ദ സ്വാമിയൊക്കെ അതിന് മുൻപിൽ നിന്ന ആൾക്കാരാണ്. അവരുടെ ഊർജം യഥാർത്ഥമായ ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ്. അത് വളരെ ഭംഗിയായിട്ട് ബോധാനന്ദ സ്വാമി പാടിത്തരുവില്ലേ? ഈശ്വരൻ എവിടെയാണ്? മാനത്തുമൂഴിയിലും ആഴിയിലും പ്രകാശം ആനന്ദരൂപമോടു കൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ നിലപുണ്ടരുളും വിഭോ നിൻ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. എനിക്കൊരു അനുഗ്രഹം മതി. എന്നെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ചിന്തകളും എല്ലാം നിന്നിൽ വന്നില്ലാതാകണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും, തൊട്ടെണ്ണമല്ല, തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ എന്നൊക്കെ പ്രാർത്ഥിക്കും. തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ നിന്നിലല്ല കേട്ടോ, ചിലൊക്കെ നിന്നിൽ അസ്പന്ദമാകും. നിന്നിൽ അസ്പന്ദമാകണം. യാതൊരു സ്പന്ദനവുമില്ലാതെ നിന്നിലേക്ക് എനിക്ക് ചേരുവാൻ സാധിക്കണം. കരണവും ഇന്ദ്രിയം കളേബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിലെല്ലാം പരവിളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. ഗുരുദേവൻ ആത്മോപദേശത്തിലോട്ട് നമ്മളോട് പറയുന്ന ഒരുപാട് മാർഗങ്ങളാണ്. തിരഞ്ഞു തേറിടേണം.
ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചീരണം അശനം പുണരേണം എന്നി വണ്ണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ തരുന്നുണ്ട്. അതിലെ ഒരു ഉപദേശമാണ് തിരഞ്ഞു തേരിടണം, അന്വേഷിച്ചറിയണം. എന്തിനെ? ഈശ്വര തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്നവരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിക്കണം. ഗുരുവിനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിന് മുഴുവനും ആധാരമായിരിക്കുന്ന തത്വത്തെ നമുക്ക് അറിയുവാനായിട്ടും അതിലേക്ക് ചേരുവാനായിട്ടും നമുക്ക് സാധിക്കത്തുള്ളൂ. ഇത് ഈ ഒരു പഠനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരും, സ്വാഭാവികമാണ്. കാരണം എന്താണെന്നറിയാമോ? വളരെ ഭംഗിയായിട്ട് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ എന്ന് തുടങ്ങുന്ന ഉപനിഷത്ത് മന്ത്രം പറയും. ചുരകന്റെ കയ്യിലിരിക്കുന്ന കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈശ്വരമാർഗം സഞ്ചരിക്കുക എന്നുള്ളത്. അതീവമായ ശ്രദ്ധയും വൈരാഗ്യവും ആവശ്യമാണ്. പലതിനെയും നമുക്ക് ഭോഗങ്ങളെ പലതിനെയും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഉപേക്ഷിച്ച് ആ ഉപേക്ഷയാണ് ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പലതിനെയും മാറ്റി നിർക്കും. ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ചൈതന്യത്തെ ദർശിക്കാൻ കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്തു തരി. ഈ കണ്ണിനെ കാണിപ്പിക്കുന്ന ഒരാൾ പുറകിലുണ്ട്. ഈ കാഴ്ച മുഴുവൻ നമ്മെ കാണിപ്പിക്കുവാൻ ഒരാൾ കണ്ണിന്റെ പുറകിലുണ്ട്. അയാളെ നമുക്ക് കാണുവാൻ സാധിക്കണം. അത് ഈശ്വരനാണ്. ആ ഈശ്വരൻ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ മാനത്തുണ്ട്, ആഴിയിലുണ്ട്, സമുദ്രത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. മാനത്തും ഊഴിയിലും ആഴിയിലും. എങ്ങനെയാണ് ഈശ്വരൻ? പ്രകാശമായി. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശ സ്വരൂപൻ എന്നാണ്. മാനത്തും ഊഴിയിലും ആഴിയിലും പ്രകാശം. ഈശ്വരന്റെ സ്വരൂപം എന്താണ്? ആനന്ദരൂപമോടുകൂടി നിറഞ്ഞു നിത്യം. സച്ചിദാനന്ദമാണ് ഈശ്വരൻ. സച്ചിദാനന്ദമായിരിക്കുന്ന ഈശ്വരൻ ആനന്ദ രൂപമോടുകൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ നില പൂണ്ടരുളും വിഭു. ആനന്ദ നിലയാണ് ഈശ്വരൻ്റെത്. ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് ആശാൻ പറയും, മോദസ്ഥിരനായങ്ങു വസിപ്പു മല പോലെ. എപ്പോഴാണ് ഗുരു അങ്ങനെ മോദസ്ഥിരനായി നിൽക്കുന്നത്? വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായി അങ്ങു വസിപ്പു. എന്ത് പ്രശ്നം വന്നാലും ഗുരു ഒരേ ഒരു ആത്മാനന്ദത്തിലാണ്. ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഇളകത്തൊന്നുമില്ല. അവരോടും പുഞ്ചിരിയോടുകൂടിയാണ് ഗുരു നിൽക്കുന്നത്. ആരെ നന്മ പറഞ്ഞാലും ശ്രീനാരായണ ഗുരുദേവൻ അവിടെ പൊങ്ങാറില്ല. ഗുരുവിന് സ്തുതിയും പിഴയും ഉപകൃതിയും ലോഷ്ടവും സ്വർണ്ണ തതിയും സ്വാമിക്ക് ഒരുപോലെ താനെന്നാണ് ആശാൻ പാടിത്തരുന്നത്. ഗുരുവിനെല്ലാം ഒരുപോലെയാണ്. കാരണം എന്താണ്? ഗുരു മാനാപമാനസ സമമാനസ രാജഹംസനാണ്. പൂർണ്ണമായ ആനന്ദ നിലയെ പ്രാപിച്ചവനാണ്. ആനന്ദ നില പൂണ്ടരുളും വിഭോ എന്ന് എങ്ങും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ ഇവിടെ ബോധാനന്ദ സ്വാമികൾ സ്തുതിക്കുന്നുണ്ട് എങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാചൈതന്യത്തെയാണ്. അതിലൂടെ നമുക്ക് ഒരു ഗുരുഭക്തൻ എന്ന നിലയിൽ, ഗുരുവിനെ പഠിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമുക്ക് ഈ ഈശ്വര പ്രാർത്ഥനയിൽ കാണുവാൻ പറ്റുന്നത് ശ്രീനാരായണ ഗുരുദേവനെ മാത്രമാണ്. പ്രത്യക്ഷമായ തവ ശക്തിയെ മായ മാറാൻ, അങ്ങനെ തന്നെയാണ് ശരി കേട്ടോ, മായ മാറാൻ അത്യന്ത ഭക്തിയോട് വാഴ്ത്തുക മർത്യധർമ്മം. മനുഷ്യന്റെ ധർമ്മം എന്താണ്? അത്യന്ത ഭക്തിയോട്, ഏറ്റവും ഉറച്ച ഭക്തിയോട്, ഉന്നതമായ ഭക്തിയോടുകൂടി ഈശ്വരനെ പ്രാപിക്കുക. അത് മനുഷ്യന്റെ ധർമ്മമാണ്. പ്രത്യക്ഷമാണ് ഈശ്വരൻ. നമ്മളെല്ലാവരും വിചാരം തപസ് ചെയ്ത് കഴിഞ്ഞാൽ ഈശ്വരൻ വന്ന് പ്രത്യക്ഷപ്പെടുക വേറെ ലോകത്തിൽ. അതല്ല. ഈ കാണുന്ന എല്ലാത്തിലും ഈശ്വരനെ കാണത്തക്ക രീതിയിലേക്ക് നമ്മുടെ അറിവ് വളരണം. സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ തന്നെ സർവഭൂതങ്ങളിലും കാണുന്ന അവൻ എന്തുണ്ട്? നിന്ദ്യമായി. അങ്ങനെയാണല്ലോ ഈശാവാസ ഉപനിഷത്തിൽ പറഞ്ഞിരുന്നത്. എല്ലാ ഭൂതങ്ങളിലും എന്തിനാ കാണണം? ഈശ്വരനെ കാണണം. അത് ഗുരു എല്ലായിടത്തും പറഞ്ഞു തരുന്നുണ്ട്. കല്ലിനകത്തു കൂടി വാഴും ഒരു അല്പജന്തു ഒന്നല്ല നിന്റെ കൃപയെന്ന് അറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാവരും ഇതിലിരുന്ന് വളർന്നിടുന്നു. ഗുരു വളരെ വ്യക്തമായി പറഞ്ഞു തരും. സർവഭൂതങ്ങളിലും ആത്മാവിനെ കാണും. അങ്ങനെയുള്ള ഈശ്വരദർശിയായിട്ടുള്ള അറിവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് എല്ലായിടങ്ങളിലും ഈശ്വരനെ കാണാം. അതാണ് പ്രത്യക്ഷമാണ് ഈശ്വരൻ. പ്രത്യക്ഷമായ തവശക്തിയെ എന്തുകൊണ്ടാണ് നമുക്ക് മുൻപിൽ മറയപ്പെട്ടിരിക്കുന്നത്? മായയാലാണ്, അജ്ഞാനത്താലാണ്. ഈ മായ മാറാൻ അത്യന്ത ഭക്തിയോട് വാഴ്ത്തുക, ഏറ്റവും തീവ്രമായ വിശ്വാസത്തോടു കൂടി
ഈശ്വര ദർശനത്തെ അറിയുവാൻ സമീപിക്കുമ്പോഴേ എന്താണ് നമ്മുടെ മുൻപിൽ ഈശ്വര സ്വരൂപം വെളിപ്പെട്ട് കിട്ടും. പ്രത്യക്ഷമായ തവ ശക്തിയെ മായമാറാൻ അത്യന്ത ഭക്തിയോട് വാഴ്ത്തുക. ഇവിടെ അത്യന്ത ഭക്തിയോട് വാഴ്ത്താൻ പോയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. സന്ധ്യയാകുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നാ പറയുന്നത്. പേരിന് വരെയാണ് പല വീടുകളിലും വിളക്ക് കത്തിക്കുന്നത്. കുടുംബസമേതം ഇരുന്ന് പ്രാർത്ഥന നടത്തുന്നത് നമ്മുടെ ഇടയിൽ നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമായിട്ട് മാറുകയാണ്. നല്ലൊരു പ്രാർത്ഥന ചൊല്ലാൻ പോലും ആർക്കും അറിയില്ല. ഇത്രയും നല്ല പ്രാർത്ഥനകൾ ഈ ഒരു സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുവിന്റെ സമൂഹത്തിനാണ്. നമ്മളിപ്പോഴും പറയത്തില്ല, ഒരു വിവാഹ വേദിയിൽ നല്ല പ്രാർത്ഥനയോടുകൂടി ഒരു വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുവിന്റെ മഹത്തായിരിക്കുന്ന വൈദിക പാരമ്പര്യത്തിൽപ്പെട്ട വൈദികർ നടത്തുന്ന വിവാഹത്തിലാണ്. അല്ലാതെ പോകുന്ന ഏതെങ്കിലും ഒരു വിവാഹത്തിലൂടെ പ്രാർത്ഥന നടക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മരണാനന്തര കർമ്മത്തിലൂടെ നല്ല പ്രാർത്ഥന നടത്തുന്നുണ്ടോ? ഗുരുവിന്റെ ശ്രേഷ്ഠമായ വൈദിക വിധി പ്രകാരം നടത്തുന്ന വൈദിക കർമ്മത്തിലാണ് ഇതൊക്കെയുള്ളത്. പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മർത്യധർമ്മമാണ് നിത്യം ഭവചരണ സേവനം. എന്റെ സർവകൃത്യങ്ങളിൽ പ്രഥമമായി വരേണേ കൃപാലു. നിത്യവും ഈശ്വര സേവനമാണ് എൻ്റെ എല്ലാ കർമ്മങ്ങളിലും പ്രഥമമായി വരേണ്ടത്. ഈശ്വര സേവനം. ഏറ്റവും വലിയ ഈശ്വര പൂജ എന്താണ് എന്ന് ഗുരു പറയും. ഏതാണ്? മനുഷ്യനെ സേവിക്കുന്നതിലൂടെ മാത്രമേ ഈശ്വരനെ പൂജിക്കുവാൻ സാധിക്കൂ. ഗുരുവിടെ അടുത്ത വരിയും കൂടെ പറഞ്ഞിട്ട് നമുക്കിത് നിർത്താം കേട്ടോ. എന്നാൽ ഉപദ്രവം ഒരുത്തിനും ഒന്നുകൊണ്ടും എന്നാളും ഏൽക്കരുതു ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സു ജഗത് സ്വരൂപ. ഒന്ന് നോക്കിക്കുക, ഒരു പ്രാർത്ഥന. നമുക്കിതുപോലെ ഏറ്റവും ഭംഗിയായ പ്രാർത്ഥന. എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും ഏൽക്കരുത്. എന്റെ വാക്കുകൊണ്ട് ഏൽക്കരുത്, എന്റെ വിചാരം കൊണ്ട് ഏൽക്കരുത്, എന്റെ പ്രവൃത്തി കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത്. ഒരു ഗുരുവിന്റെ ശിഷ്യനെ ഇങ്ങനെ പാടാൻ പറ്റത്തുള്ളൂ. ഗുരുവിനെ ഒരു തേള് കടിച്ചപ്പോൾ ഗുരു ആ തിരിഞ്ഞു നോക്കിയിട്ട് നല്ല വേദനയിലും ആ തേളിനെ ഒന്ന് നോക്കിയിട്ട് ഗുരു പറയുന്നത് എന്താണ്? ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ഞാൻ ഒരു ജീവിയെ പോലും നാം ഉപദ്രവിച്ചില്ലല്ലോ എന്നാണ് ഗുരു പറയുന്നത്. അങ്ങനെയുള്ള ഗുരുവിന്റെ പാരമ്പര്യത്തിൽ ഒരു ശിഷ്യന് മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പറ്റത്തുള്ളൂ. എന്നെ കൊണ്ട് ഒരു ഉപദ്രവവും ആർക്കും ഉണ്ടാവരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ശത്രു സംഹാര പൂജ നടത്തുന്നവരാ നമ്മളല്ലേ? ശത്രു സംഹാര പൂജ. നമുക്ക് ആർക്കിട്ടെങ്കിലും ഒരാൾ ഒരു പണി തന്ന് ആ പണി നേരിടാൻ വേണ്ടിയിട്ട് ചരട് കെട്ടും, അല്ലെ, തകിടിടും. ഇതൊക്കെ എന്താണ്? ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ് എന്ന് ഈ പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥനയിലൂടെ ബോധാനന്ദ സ്വാമി പറഞ്ഞു തരും. നമ്മുടെ ശത്രുക്കള്, ആ ശത്രുക്കൾ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നശിച്ചു പോകുക തന്നെ. നമ്മുടെ ആഗ്രഹം അത് തന്നെയല്ലേ? ശത്രുക്കളെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. ആ ശത്രുക്കള് ഇതിന്റെ അവസാന വരിയിൽ ഒരിടത്ത് പറയും, വൻമത്സരം, ചതി, അസൂയ, അതീവകാമം, വൻമായാബന്ധം ഇവയൊക്കെ നശിച്ചിരട്ടെ. വാസ്തവത്തിൽ നശിച്ചു പോകേണ്ട ആരാണ്? നമ്മുടെ ഉള്ളിൽ ഈ കാണുന്ന വൻമത്സരവും ചതിയും അസൂയയും അതീവകാമവും വൻമായാബന്ധം ഇതിനെല്ലാം ഉണ്ടാക്കി തരുന്ന ഈ മായയുമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും നശിച്ചു പോകേണ്ടത്. അങ്ങനെ നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാലും ഏൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും, എൻ്റെ ശത്രുക്കൾ പോലും എങ്ങനെയാണ് ആ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണമേ. മിഥുനത്തിലെ ഒരു ഡയലോഗാണ്. ഇങ്ങനെ കൂടോത്രം ചെയ്ത് വെച്ചിട്ടേ ജഗതി ഇങ്ങനെ വാളുമൊക്കെ ആയിട്ട് പൊട്ടിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ ആ മഹാന്റെ ശിരസ് പിളർന്ന്, നമ്മൾ അങ്ങനെയൊക്കെ ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രാർത്ഥിക്കുന്ന അവൻ ഒടിഞ്ഞു പോകും, അവൻ നശിക്കും, അവൻ ഗതി പിടിക്കത്തില്ല അല്ലേ? പക്ഷെ ഇവിടെ ഗുരുവിന്റെ നല്ല ശിഷ്യന്മാരുടെ പ്രാർത്ഥന എന്താവണം? മമ വൈരിജൻ നന്നായി വരണം. ആര്? ആ രീതിയിലേക്ക് അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ എന്തു നല്ല മനസ്സുള്ളവരായിരിക്കണം പ്രാർത്ഥിക്കുന്നയാള്. ഈ പ്രാർത്ഥന ചെല്ലുന്നവന്റെ യോഗ്യത, അവൻ നല്ല മനുഷ്യനായിരിക്കും. ഗുരുവിന്റെ നല്ല ഭക്തന്മാരെല്ലാവരും നല്ല മനുഷ്യരായിരിക്കും. കളിയിലും കളവോതിടാതെ എന്നക്ഷയം സുഹൃതമാർന്ന് കൃതാർത്ഥനാകുമെന്നൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കളിയായിട്ട് പോലും കള്ളം പറയാത്തവരാകണം. നമ്മൾ എന്ത് കള്ളം പറയുന്നു? ഇതുപോലെ കള്ളം പറയുന്ന ആൾക്കാര്, ഇതുപോലെ കള്ളം. ഞങ്ങളൊക്കെ പണ്ട് ജോലിക്ക് നിൽക്കുമ്പോഴത്തേക്കും മരുന്ന് കൊണ്ട് സപ്ലൈ ആണ്. തിരുവല്ലയില് അത്യാവശ്യം ആൾക്കാർക്ക് എടുക്കേണ്ടത്. കോട്ടയത്തൊന്നും ഇറങ്ങിയിട്ട് പോലും ഇല്ല. വിളിക്കുമ്പോഴത്തേക്കും പോകുന്ന ആള് പറയുന്നത് ചങ്ങനാശ്ശേരി ആയെന്ന്. അവിടുന്ന് ആള് വെയിറ്റ്. പലരും ഇങ്ങനെയാ, ഫുഡും കൊണ്ട് വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. ടൗൺ ആയെന്ന് പറയും. ഏത് ടൗൺ ആണെന്ന് പറയത്തില്ല. അപ്പൊ ദഹനക്കാരെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും വെറുതെ എത്തിയെന്ന് പറയും. ഇവര് വന്നിട്ട് വേണം പരിപാടി തുടങ്ങാൻ. സമയം കള്ളം വലുതും ചെറുതുമായിട്ടുള്ള ഒരു നല്ല ഗുരുഭക്തനെ ചേർന്നതല്ല അത്.
എന്തു പോരായ്മ വന്നാലും കള്ളം പറയരുത്. അഹിംസ, സത്യം, അസ്തേയം, അവ്യവിചാരം, മദ്യവർജനം ഗുരുവിന്റെ പഞ്ചധർമ്മങ്ങളാണ്. ശ്രദ്ധയോടുകൂടി അതിന്റെ പേരിൽ നഷ്ടം ഒന്നും നമുക്ക് ഉണ്ടാകാൻ പോകത്തില്ലെന്നേ. സത്യം ജയിക്കുന്നു, ധർമ്മം ജയിക്കുന്നു സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല, അസത്യവും ഒരിക്കലും. ഗുരുവിന്റെ വാക്കാണ്. നമുക്ക് ഒരു നഷ്ടവും സത്യം പറഞ്ഞെന്നും പറഞ്ഞു ഉണ്ടാവില്ല. സത്യം ഈശ്വരനാണ്. ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് ഏകമായിരിക്കുന്ന സത്യവസ്തുവിലാണ്. അതിനാൽ ആരും അസത്യം പറയരുത് എന്നാണ് ഗുരുവിന്റെ നിർദ്ദേശം. ശ്രീനാരായണ ധർമ്മം അതാണ്. കളിയിലും കളവോതിടാതെ എന്നക്ഷയം, എന്റെ ഹൃദയം എന്നക്ഷയം സുഹൃതമാർന്ന് കൃതാർത്ഥം. നമ്മൾ സുഹൃതിമണിയായി മാറുന്നത് കള്ളം പ്രവർത്തിക്കാതിരിക്കുന്നതോടുകൂടിയാണ്, കള്ളം ചിന്തിക്കാതിരിക്കുന്നതോടുകൂടിയാണ്. മനസ്സിലാകുക, ഒരു നല്ല ഗുരുഭക്തന് ചേർന്നതല്ല, അങ്ങനെ നമ്മുടെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ മനുഷ്യനെ നല്ല മനുഷ്യനാകാം. ഗുരു പറയും മാനുഷിക യജ്ഞം ചെയ്യണം, ദേവയജ്ഞം ചെയ്യണം, ബ്രഹ്മയജ്ഞം ചെയ്യണം. ബ്രഹ്മയജ്ഞത്തിന്റെ ഭാഗമാണ്. വളരെ ഭംഗിയായി ഈ ശാഖയോഗം അത് നടപ്പിലാക്കുന്നതുകൊണ്ടാണ് വളരെ അപൂർവമായ ശാഖകളിലെ ബോധാനന്ദ സ്വാമികളുടെ അനുസ്മരണങ്ങൾ നടക്കുന്നുള്ളൂ. പ്രത്യേകം മനസ്സിലാക്കുക, ബോധാനന്ദ സ്വാമിയുടെ മഹാസമാധി സംഭവിക്കുന്നത് 1928 സെപ്റ്റംബർ മാസം 20 അല്ലെങ്കിൽ കന്നി 5 ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി കഴിഞ്ഞതിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് കന്നി 8 ആധികാരികമായി അന്നത്തെ ഗ്രന്ഥങ്ങളെല്ലാം, ഇന്നത്തെ മഠാധിപതി സച്ചിദാനന്ദ സ്വാമി അടക്കം രചിച്ച എല്ലാ ഗ്രന്ഥങ്ങളിലും ബോധാനന്ദ സ്വാമിയുടെ സമാധി ദിനം ഗുരുഭക്തന്മാര് ശ്രദ്ധയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, പാരായണത്തോടുകൂടി, അന്നദാനത്തോടുകൂടി ആചരിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു 4-5 വർഷമായി ഒരു ചെറിയ തിരുത്ത് മഠത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വന്നു. കന്നി 9 എന്ന് പറഞ്ഞു. അതിന് കാരണവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് ഉദയത്തിന് ശേഷമാണ്. ഉദയത്തിന് മുമ്പ് വരെ രാത്രിയാണ്. പക്ഷെ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം രാത്രി 12 മണിക്ക് ആരംഭിക്കും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് ശേഷം ഡേറ്റ് മാറി, തീയതി മാറി എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മുടെ ഈ നാള് നോക്കുവാനും ജ്യോതിശാസ്ത്രം വലിയ ശാസ്ത്രമാണ് കേട്ടോ. ഈ സൂര്യന്റെ ഉദയം, സൂര്യാസ്തമയം, ചന്ദ്രനെ ഇവിടെ വേലിയേറ്റം, വേലിയിറക്കം എന്ന് വേണ്ട സകലതും ഗണിച്ച് 1000 ആണ്ടുകളോളം മുൻപ് ഇവിടെ പ്രവചിച്ചിരിക്കുകയാണ്. ആ ശാസ്ത്രപ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് ഉദയത്തിന് ശേഷമാണ്. ബോധാനന്ദ സ്വാമികളുടെ മഹാസമാധി നടക്കുന്നത് അതാ ചക്രവാള സീമയിലിരുന്ന് എന്റെ ഗുരു എന്നെ വിളിക്കുന്നു എന്നും പറഞ്ഞ് പത്മാസനത്തിരുന്ന് ശരീരം ഉപേക്ഷിച്ചതാണ് ബോധാനന്ദ സ്വാമികൾ. അതിനു മുമ്പേ മുൻകൂട്ടി സമയം അറിയിച്ചുകൊണ്ട് ദിവ്യശ്രീ നിശ്ചലദാസ സ്വാമികൾ ഗുരുവിന്റെ ശിഷ്യനാണ്, അവിടേക്കൊന്ന് പോകണം, അരുമാനൂര് സമാധിയായിട്ടുണ്ട്, ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ട്, സ്വച്ഛന്ത മൃത്യുവാണ് ഇവരൊക്കെ. അപ്പൊ ഈ ബോധാനന്ദ സ്വാമികൾ ഈ കന്നി 8 രാത്രി ഏതാണ്ട് 3-4 മണി സമയത്താണ് ബോധാനന്ദ സ്വാമികളുടെ സമാധി നടക്കുന്നത്. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നോക്കുമ്പോഴത്തേക്കും അത് കന്നി 9 വരും. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തിയ കലണ്ടറിനെ അധികരിച്ചുകൊണ്ട് കഴിഞ്ഞ 97 വർഷമായിട്ടും ശിവഗിരി മഠം, 97 അല്ല, കഴിഞ്ഞ 4 വർഷമായിട്ട് അതിനൊരു വ്യത്യാസം വരുത്തിയെങ്കിലും അതിനു മുമ്പ് ഇത്രയും നാൾ നമ്മൾ കന്നി 8 എന്നാണ് ആചരിച്ചു വരുന്നത്. കന്നി 8 തന്നെയാണ് ശാസ്ത്രപ്രകാരം ശരി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കന്നി 8 ആചരിക്കുന്നത്. ഇനി കന്നി 8 ആയാലും കന്നി 9 ആയാലും ബോധാനന്ദ സ്വാമിയെ അറിയുന്നതിലൂടെ ഗുരുവിനെ അറിയുക എന്നുള്ള മഹാഭാഗ്യത്തെ നാം സ്വീകരിക്കുക. 1000 അംഗവീടുകളുള്ള ഈ ശാഖയിൽ നമ്മൾ കുറച്ചു പേർക്ക് മാത്രമേ അതിനുള്ള ഒരു ഭാഗ്യം കാലങ്ങളായിട്ട് സിദ്ധിച്ചിട്ടുള്ളൂ. അവിടെ മനുഷ്യനാണ് ഗുരു വലിയ പ്രാധാന്യം നൽകിയത്. അങ്ങനെ ഗുരു പറയും പഞ്ചമഹായജ്ഞങ്ങളുടെ മാനുഷിക യജ്ഞമൊക്കെ ചെയ്യണമെന്നൊക്കെ പറയും. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ശ്രീനാരായണ ഗുരുദേവനെ ഏറ്റവും ഭംഗിയായി പഠിപ്പിക്കുവാൻ 365 ദിവസം യാതൊരു സംശയവുമില്ലാതെ വളരെ ഭംഗിയായി സംശയത്തിന് അതീതമായി ഗുരുവിനെ ഉറപ്പിക്കുവാനുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാനെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ബോധാനന്ദ സ്വാമിയെ അറിയുന്നതിലൂടെ ബോധാനന്ദ സ്വാമിയെ മാത്രമല്ല ശിവലിംഗദാസ സ്വാമികളെയും നിശ്ചലദാസ സ്വാമികളെയും സത്യവ്രത സ്വാമികളെയും എല്ലാം അറിഞ്ഞ് ആ മാർഗത്തിലൂടെ ഗുരുവിന്റെ മഹത്തായിരിക്കുന്ന ശിഷ്യപാരമ്പര്യത്തിലൂടെ ഗുരുവിനെ അറിയുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിലൂടെ ഈ ലോക ജീവിതം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുവാൻ ഗുരുവിന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.